നമസ്കാരം. വയനാടിനോട് മനുഷ്യത്വപരമായ സമീപനം സ്വീകരിച്ചുകൂടെ എന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി. പുനരധിവാസത്തിന് പണത്തിനായി കേന്ദ്ര സഹായം തേടിയ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ കൂലിയായി 132 കോടി രൂപ ഈടാക്കുന്നത് അനുചിതമാണെന്ന് കോടതി വാക്കാൽ നിരീക്ഷിച്ചു. SDRF ഫണ്ടിലുള്ള 700 കോടിയിൽ 638 കോടിയും വിവിധ ഇനങ്ങളിലായി ചെലവഴിക്കാൻ ബാധ്യതപ്പെട്ട തുകയാണെന്ന് കേരളം കോടതിയിൽ അറിയിച്ചു. വെറും 62 കോടി രൂപ മാത്രമാണ് ബാക്കിയുള്ളത്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് പണം അനുവദിക്കണമെന്നും പണം ചെലവഴിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ് വേണം എന്നുമാണ് കേരളത്തിന്റെ ആവശ്യം. കേരളത്തിന്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമോ കേന്ദ്രം? വയനാടിന് എന്തെങ്കിലും കിട്ടുമോ? സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നോടൊപ്പം ശ്രീ ഷാജി ആർ നായർ, BJP, ശ്രീ ഡോക്ടർ ഷിജു ഖാൻ, CPM, ശ്രീ KP നൌഷാദ് അലി, കോൺഗ്രസ് എന്നിവർ. ആദ്യം ശ്രീ ഷാജി, നോക്കൂ, കേരളത്തെ സംബന്ധിച്ച് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട്. ആ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാനായി പണം ആവശ്യമുണ്ട്, പണം വേണം. വയനാടിന് വേണ്ടി ഒരു പാക്കേജ് തരണം, അല്ലെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് പണം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളം കഴിഞ്ഞ കുറേ നാളുകളായി. അപ്പോഴാണ് 2006 മുതൽ കേരളത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ കൂലിയായി 132 കോടി രൂപ നിങ്ങൾ ഇങ്ങോട്ട് തരൂ എന്ന് കേന്ദ്രം ഇൻഡാസ് അയക്കുന്നത്. ഇത്രമേൽ കരുണാരഹിതമായി പെരുമാറാൻ കേരളം എന്ത് തെറ്റാണ് കേന്ദ്ര സർക്കാരിനോട് ചെയ്തത്? നോക്കൂ അഭിലാഷ്, ഇന്ന് കോടതിയിലുണ്ടായ ഒരു പരാമർശം, അത് സത്യത്തിൽ ഈ പറയുന്ന രീതിയിൽ വലിയ വ്യാപ്തിയുള്ളതാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നുണ്ട്, വയനാടിന് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് അത് കിട്ടണം, അതിനൊന്നും ഒരു സംശയമില്ല. ഇത് സംബന്ധിച്ച് കോടതിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നമുക്കറിയാം, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചകൾ, അതിൻ്റെ പേരിലുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ധാരാളമായി കേട്ടുകൊണ്ടിരുന്നതിനിടയിലാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ എയർലിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായി ഒരു ബില്ല് സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടുന്നു, ഒരു 132 കോടിയുടെ. കോടതി ആകെ ചോദിച്ചത് അതിപ്പോൾ ചോദിക്കണമായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് കോടതിയിൽ തന്നെ 2 ഗവൺമെൻറ്റുകളും കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റുണ്ട്. 11/12/24 ഒരു കൗണ്ടർ അഫിഡവിറ്റ് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇന്നലെ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും കോടതി കൊടുക്കുന്നതിനകത്ത് കള്ളത്തരമൊന്നും ഉണ്ടാവില്ല 2 ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്. 17-ാം തീയതി, അതായത് ഇന്നലെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ സമ്മതിക്കുന്ന ഒരു ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് പറയുന്നത്, സെറ്റിൽ ആകാനുള്ള കണക്കുകളുടെ കൂട്ടത്തിൽ 2006 മുതലുള്ള ഇതേപോലെ എയർലിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ബില്ലുകൾ സെറ്റിൽ ചെയ്യാനുണ്ട്. അത് 2006 ഏതാണ്ട് 4.5 കോടിയും 2016 2 കോടിയും 2017 കോടിയും 2006 മുതൽ ഇങ്ങോട്ട്, അതിൽ 2018 മഹാപ്രളയത്തിൽ നാട്ടുകാരെ രക്ഷിച്ചത് ഉൾപ്പെടെ, ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എയർലിഫ്റ്റിംഗ് നടത്താൻ വേണ്ടി അല്ലെങ്കിൽ വ്യോമസേന ഇടപെട്ടതിന്റെ ഭാഗമായി ഉണ്ടായ 13 കോടി അടക്കമാണ് ഈ 132 കോടി രൂപ. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ അങ്ങോട്ട് അസിസ്റ്റൻസ് ചോദിക്കുമ്പോൾ സഹായം വേണം എന്ന് പറയുമ്പോൾ അവർക്ക് മതിയായ പണം അനുവദിക്കുന്നതിന് പകരം ഇങ്ങോട്ട് ബില്ല് തന്നിട്ട് നിങ്ങൾ ഇത് വിട്ടു എന്ന് പറയുന്നത് എന്ത് മര്യാദയാണെന്നുള്ളതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള പ്രാഥമികമായ വിഷയം. അഭിലാഷ, ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കാത്തതുകൊണ്ടാണ് താങ്കൾ വീണ്ടും ചോദ്യം. ഞാനത് പൂർത്തീകരിച്ചാൽ താങ്കൾക്ക് ഒരു പക്ഷേ അതിനകത്ത് സംശയം ഉണ്ടാ ചോദിച്ചാൽ ഞാനതിന് മറുപടി പറയാം. ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ, കാരണം ഈ 132 കോടി ഇപ്പോൾ നമ്മളിപ്പം സാധാരണ നിലയിൽ നമുക്കറിയാം 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ, അല്ലെങ്കിൽ അവരുടെ പഴയ ബില്ലുകൾ അത് പോയിൻ്റ് ഔട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയം? അത് ക്യാരി ഫോർവേഡ് ചെയ്യും ബില്ലുകളിൽ. ഇപ്പോൾ 2006 മുതൽ കൊടുക്കാനുള്ള തുക കാണിക്കുക എന്നുള്ളത് സാമാന്യ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായി സംഭവിക്കുന്ന ഒന്നാണ്. അതിനപ്പുറത്ത് അതിനൊരു മാനമുണ്ടോ? കാരണം 2006 മുതൽ കേരളം ഇത് കൊടുക്കാനുണ്ട് എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്, ഇത് ഗവൺമെൻറ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എയർലിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വന്നിട്ടുള്ള കത്തിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് പത്തനംതിട്ടയിലാണല്ലോ ഇരിക്കുന്നത്. പത്തനംതിട്ടയിൽ അടക്കം പ്രളയം വന്ന സമയത്ത് മനുഷ്യരെ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളിൽ എയർലിഫ്റ്റ് ചെയ്തതിന്റെ, ഓരോ സ്ഥലത്ത് കുടുങ്ങി കിടന്ന ആളുകളെ രക്ഷിച്ചതിന്റെ, ഈ വയനാട്ടിലും എയർലിഫ്റ്റിംഗ് ആവശ്യം വന്നു. അവിടെ ചില മേഖലകളിലൊക്കെ കുടുങ്ങിപ്പോയ ആളുകളെ ഹെലികോപ്റ്റർ മുഖേന രക്ഷിച്ചു. അതുപോലെ തന്നെ സേനാ അംഗങ്ങളുടെ മൂവ്മെന്റ് വേണ്ടി വന്നു. അപ്പോൾ
ഒരു രാജ്യത്തെ പൗരന്മാർ എന്നുള്ള നിലയിൽ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാണല്ലോ. നമ്മുടെ ജീവൻ രക്ഷിച്ചതിനുള്ള കൂലിയായിട്ടാണ് ഈ പറഞ്ഞ പൈസ ചോദിച്ചിട്ടുള്ളത്. അല്ല അഭിലാഷ്, ഇത് കേരളത്തിൽ മാത്രമുള്ളതല്ലല്ലോ. ഇതിനെ സംബന്ധിച്ച് ചില നോംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാ BJP ഗവൺമെൻറ് 2014 ശേഷം കൊണ്ടുവന്നൊരു നോംസൊന്നും അല്ല ഇത് നമ്മുടെ രാജ്യത്ത് എത്രയോ കാലമായിട്ടുള്ള ചില നോംസാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം എയർലിഫ്റ്റിന് വേണ്ടിയിട്ട് പൈസ ചോദിച്ചു എന്ന് പറയുന്നു. ഇതേ കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ മനസ്സിലാക്കണം, IMCT റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പ്രത്യേക ദൗത്യ സംഘം വയനാട്ടിൽ വന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംഘം പോയതിന് ശേഷം നവംബർ 16 ഒരു 153.47 കോടി രൂപ അനുവദിച്ചുകൊണ്ട് സംസ്ഥാനത്തിനോട് പറഞ്ഞത് എന്താ? സബ്ജക്ട് ടു കണ്ടീഷനാണ്. SDRFിലെ 50% തുക ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ തുക ഉപയോഗിക്കാം എന്നുള്ള നിലക്ക് അത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എയർലിഫ്റ്റിങ്ങിന് ആവശ്യമായ ചെലവുകൾ ഉൾപ്പെടെ മീറ്റ് ചെയ്യുന്നതിന് ഈ SDRFിലെ ഈ ഫണ്ട് ഉപയോഗിക്കാം എന്ന് വളരെ കൃത്യമായ അനുവാദം കൊടുക്കും. അല്ല, അത് അവിടെ തന്നെയാണ് പ്രശ്നം. ഇവിടെ ഇപ്പോൾ കേന്ദ്രത്തിന്റെ വാദം എന്താണ്? നടന്നു വരുന്ന ചില കീഴ്വഴക്കങ്ങളുണ്ട്. കീഴ്വഴക്കം കേരളത്തിന് മാത്രമാണോ ബാധകം? മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് ചെയ്തത്? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ പോലും കേന്ദ്രം അനുവദിച്ച പണത്തിന്റെ സംഖ്യ വളരെ വലുതാണല്ലോ. അല്ലല്ല, ഞാൻ ഈ കണക്ക് പറയാം. ഇപ്പോ നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു പ്രത്യേക അസിസ്റ്റൻസ്, സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ NDRFിൽ നിന്നുള്ള പണം അനുവദിക്കലാണ്. ഇവിടെ SDRFിൽ പണം നീക്കിവെച്ചിട്ടുണ്ടല്ലോ എന്നാണ് കേന്ദ്രം പറയുന്നത്. SDRFിലെ പണം നീക്കിവെക്കുന്നത് എന്താ? കേന്ദ്രത്തിന്റെ ഔദാര്യമാണോ? കേരളത്തിന് അല്ലെങ്കിൽ വയനാട്ടിന് നൽകുന്ന പ്രത്യേക സഹായമാണോ? അല്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതമാണത്. അത് നമ്മുടെ മാൻഡേറ്ററി ആയിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ട ഡൈവൽഷനാണ്. അതിൽ പെടുന്ന തുകയാണിത്. അതിൽ വയനാട് സ്പെസിഫിക് ആയി ഒന്നുമില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിനായി കേന്ദ്രം നീക്കിവെക്കേണ്ട തുകയാണ് ഈ SDRFിലുള്ളത്. ആ SDRFിൽ 700 കോടി ഉണ്ടല്ലോ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. അല്ലാതെ ഒരു രൂപ വയനാട്ടിനായി കിട്ടിയില്ല. ഇനി പറയേണ്ട ഒരു രൂപ കേരളത്തിനായി അല്ലെങ്കിൽ വയനാടിനായി പ്രത്യേകമായി കിട്ടിയിട്ടില്ല. ഇത് കൃത്യമായി നിയമമനുസരിച്ച്, നിയമാനുസരണം, ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് കേരളത്തിന് കൊടുക്കേണ്ട അർഹതമായ വിഹിതം മാത്രമാണ്. അതിൽ തന്നെ നോക്കൂ, ഇന്നിപ്പോ കോടതിയിൽ കൊടുത്തിരിക്കുന്ന, ടിങ്കു ബിസ്വാൾ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം അനുസരിച്ച് ഈ 700 കോടിയിൽ 638 കോടിയും ഇതുവരെ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത വർക്കുകളുടെ അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്ത ബാധ്യതപ്പെട്ട തുകയാണ്. അതിൽ റോഡ് പണിക്കായി കേരളം ആകെയാണ് പ്രളയവുമായി ബന്ധപ്പെട്ട് മോശമായ റോഡുകൾ നന്നാക്കാനായി 152 കോടിക്ക് ഭരണാനുമതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബില്ല് സെറ്റിൽ ചെയ്യാനാണ് 700 കോടിയിലെ 152 കോടി രൂപ. 14 ജില്ലകളിലെയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റികൾക്ക് അവിടെയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി കൊടുക്കാനുള്ള 249 കോടി രൂപ. എയർ ലിഫ്റ്റിംഗ് ചാർജായി കേന്ദ്രം ചോദിച്ചിട്ടുള്ള 132 കോടി രൂപ. ഇതെല്ലാം കിഴിച്ചു കഴിഞ്ഞാൽ ആകെ 61 കോടി രൂപയാണ് ഈ പറഞ്ഞ SDRFിലും ബാക്കി വരിക. ബാക്കിയെല്ലാം കമ്മിറ്റഡ് ആയിട്ടുള്ള തുകയാണ്, കമ്മിറ്റഡ് ആയിട്ടുള്ള ചെലവുകളാണ്. ഈ 61 കോടി വെച്ചിട്ട് എങ്ങനെയാണ് വയനാട്ടിൽ എന്തെങ്കിലും ചെയ്യുക സാർ? അല്ലല്ലോ, വയനാടിൻ്റെ റീബിൽഡിങ്ങിനായി, വയനാടിൻ്റെ യഥാർത്ഥ പുനരധിവാസത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ആ റിപ്പോർട്ട് എന്താണ് കൊടുത്തത്? PDNA റിപ്പോർട്ട് എന്നാണ് കൊടുത്തത്. ആ PDNA റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തത് വയനാട് തെരഞ്ഞെടുപ്പിൻ്റെ അന്നാണ്. എത്ര നാളായി സാർ? അതിൽ പണം അനുവദിക്കില്ല. PDNA എന്നാണ് മാൻഡേറ്ററി ആക്കിയത്. ഫണ്ട് PDNA വയനാട് ദുരന്തമുണ്ടാകുന്ന കാലത്ത് പ്രവർത്തനങ്ങൾ ദുരന്തമുണ്ടാകുന്ന ദിവസം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ 31/7/2024 അതേപോലെ തന്നെ 1/10/2024 അതേപോലെ തന്നെ 16 നവംബർ 16 ഈ 3 തീയതികളിലായി ആകെ കൊടുത്തിരിക്കുന്ന തുക എന്ന് പറഞ്ഞ 450 കോടിക്കടുത്ത്. ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം മാത്രമാണ് ഈ 700 കോടി. പണം ഉപയോഗിച്ചുകൊണ്ട് ഈ പണം ഉപയോഗിക്കാമെന്നും പറയുന്നു. അത് SDRFിലെ കേരളത്തിന്റെ വിഹിതമാണ്. ഈ കൊടുത്തു എന്ന് പറയുന്നത് കേരളത്തിന് ന്യായമായി കിട്ടേണ്ട, കേരളത്തിന് ഫിനാൻസ് കമ്മീഷൻ ശുപാർശ അനുസരിച്ച് ന്യായമായ അർഹമായ വിഹിതം എന്നുള്ള നിലയിൽ കേരളത്തിന് കിട്ടേണ്ട പണമാണ്. അല്ലാതെ 1 രൂപ പോലും അധികമായിട്ടില്ല. 1 കോടി രൂപ പോലും സ്പെഷ്യൽ അസിസ്റ്റൻസ് ആയില്ല. വയനാട് സമൂഹത്തിന് വേണ്ടി സഹകരണത്തിനുള്ള അല്ല, അത് കേരളത്തിൽ മുഴുവൻ ചെലവഴിക്കാനുള്ളതാണ്. അതിന്റെ കണക്കല്ലേ ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ 700 കോടിയിൽ 638 കോടിയും ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള, നേരത്തെ ഭരണാനുമതി കൊടുത്ത പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള, അതായത് ബില്ല് വരുമ്പോൾ ആ ബില്ല് മാറി കൊടുക്കേണ്ട തുകയാണ് തുക. അല്ലാതെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതായ 61 കോടി രൂപ മാത്രമേ. ഇത് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് ആണ് സാർ. അഭിലാഷ്, മനസ്സിലായി. ഈ കണക്ക് എന്താ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത്?
എന്തായിരുന്നു കോടതിയിൽ ആദ്യത്തെ പ്രശ്നം? സംസ്ഥാന ഗവൺമെന്റ് സമയത്ത് ഈ കണക്കുകൾ കൊടുത്തിട്ടില്ല. കേരളത്തിലെ SDRF ഫണ്ടിൽ എത്ര രൂപയാണ് ബാക്കിയുള്ളത് എന്ന് സമയത്ത് കണക്ക് കൊടുത്തില്ല എന്നാണ് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റിനെയോ കേരളത്തിലെ ജനങ്ങളെയോ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഓഗസ്റ്റ് മാസം 17-ാം തീയതി കണക്ക് കോടതിയിൽ പോലും കൊടുത്തു. ഓഗസ്റ്റ് മാസം 17-ാം തീയതിയാണ് മെമ്മോറാണ്ടം കൊടുക്കുന്നത്. പുറത്തു വരുന്നത് ജൂലൈ മാസം 29-ാം തീയതിയാണ് ദുരന്തമുണ്ടാവുന്നത്. 3 ആഴ്ച പൂർത്തീകരിക്കുന്നതിന് മുൻപ് ഓഗസ്റ്റ് മാസം 17-ാം തീയതി മെമ്മോറാണ്ടം നൽകി. അത് ദുരന്ത നിവാരണ അതോറിറ്റി ആ കാര്യവുമായി ബന്ധപ്പെട്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുള്ള നിവേദനം മെമ്മോറാണ്ടം ഓഗസ്റ്റ് മാസം 17-ന് നൽകി. അതിൽ കൂടുതൽ നേരത്തെ എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക? പിന്നെ PDNA ആണെങ്കിൽ ആ സമയത്ത് PDNA നിർബന്ധമാക്കിയിട്ടില്ല. PDNA സമീപകാലത്താണ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അതും കേന്ദ്ര സംഘത്തിന്റെ വിസിറ്റ് കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിൽ PDNA കൊടുക്കണമെന്നാണ്. ആ കാലാവധി പൂർത്തീകരിച്ച് നവംബർ മാസത്തിൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അനാലിസിസ് PDNA അതും കേരളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഏതെങ്കിലും കാര്യം അവിടെ കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് തരാത്തത് എന്ന് പറയാൻ ഒരു കാര്യവുമില്ല. അതായത് മെമ്മോറാണ്ടം കൊടുത്തു ഓഗസ്റ്റ് മാസം 17-ാം തീയതി, PDNA കൊടുത്തു കഴിഞ്ഞ നവംബർ മാസത്തിൽ. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് കൊടുക്കാത്തത് കൊണ്ട് ഇങ്ങോട്ടൊന്നും തരാനില്ല എന്ന് പറയാനില്ല സാർ. അഭിലാഷ്, ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ജൂലൈ 30-ാം തീയതിയാണല്ലോ ഈ വലിയ ദുരന്തം ഉണ്ടാവുന്നത്. 31-ാം തീയതിയാണ് സാർ 145 കോടി രൂപ വെരി നെക്സ്റ്റ് ഡേ കൊടുത്തിട്ടുണ്ട്. SDRF-ലേക്ക് കൊടുത്തതാണ്. ഞാൻ അതല്ലേ ആദ്യം മുതലേ പറയുന്നത്. SDRF-ൽ എന്തിനു വേണ്ടിയിട്ട് ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ ഞാനൊന്ന് ഒരവസരം എനിക്കൊരു അതിനുശേഷം ആഗസ്റ്റ് 1-ന് വീണ്ടും 145 കോടി രൂപ കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ സൂചിപ്പിച്ചത് നവംബർ 16-ന് 153.47 കോടി രൂപ കൊടുക്കുമ്പോൾ അതിൽ 50% NDRF നേരത്തെ കൊടുത്തതിന് ഉപയോഗിച്ചതിന് ശേഷം ഈ ഫണ്ട് ഉപയോഗിക്കാമെന്നും ഇത് ഈ പറയുന്ന എയർലിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഫണ്ട് കേരളം എടുത്ത് കൊടുക്കാനല്ലല്ലോ പറയുന്നത്, ആണോ? കേന്ദ്രം കൊടുത്തിരിക്കുന്ന ഫണ്ടിൻ്റെ ഒരു ബുക്ക് എന്താ പറയുക, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം, ഇപ്പോൾ ശബരിമല പോലീസ്, അവിടെ ഇലക്ട്രിസിറ്റി ബോർഡ്, ഇവരുടെയൊക്കെ ബില്ലുകൾ ദേവസ്വം ബോർഡ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിലുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ കുറേ കാലമായിട്ടുള്ള സംവിധാനമാണ്. അല്ലാതെ കേരളത്തിൽ വന്ന് എയർലിഫ്റ്റിംഗ് നടത്തി പോയി കഴിഞ്ഞാൽ കേന്ദ്രം കൊടുക്കുന്ന പണം തന്നെയാണ് കൊടുക്കാൻ പറയുന്നത്. നമുക്കറിയാം SDRF ഫണ്ടിൽ 20% കൊടുക്കുന്ന പണം എന്ന് പറയല്ലേ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് സംസ്ഥാനങ്ങളുടെ അർഹമായ വിഹിതമാണ് ഈ SDRF വിഹിതം. സംസ്ഥാനങ്ങൾക്ക്, എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹതയുണ്ട് SDRF വിഹിതത്തിൽ. അങ്ങനെ കേരളത്തിന് അർഹമായ SDRF വിഹിതത്തിന്റെ കാര്യമാണ് താങ്കൾ ഈ പറയുന്നത്. അതെ, അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പോ കേന്ദ്രം പറയില്ലേ 700 കോടി ഉണ്ടല്ലോ SDRF-ൽ എന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുക 700 കോടി ഉണ്ടല്ലോ SDRF-ൽ. ആ 700 കോടിയിൽ നിന്നാണ് ഈ 132 കോടി രൂപ പോകുന്നത്. ആ 700 കോടിയിൽ നിന്നാണ് മുമ്പ് കൊടുക്കാനുള്ള മറ്റ് പണങ്ങളൊക്കെ പോകുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, വയനാട്ടിലെ ഒരു പാവപ്പെട്ട മനുഷ്യന് വേണ്ടി ചെലവഴിക്കാൻ എത്ര രൂപ കിട്ടുമെന്നുള്ളതാണല്ലോ പ്രശ്നം. അതാണ് പ്രശ്നം. അല്ല, അത് തീർച്ചയായിട്ടും വരുമല്ലോ. അത് വരാതിരിക്കേണ്ട സാഹചര്യം എന്താ ഉള്ളത്? കഴിഞ്ഞ പൈസ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടേ ഉള്ളൂ. നാളുകൾ എത്ര കഴിഞ്ഞു സാർ? ഇന്നലെയാണ് സാർ കൊടുക്കുന്നത് കോടതിയിൽ പോലും. ഇന്നലെയാണ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓഗസ്റ്റ് 17-ാം തീയതി കൊടുത്തു മെമ്മോറാണ്ടം പറയുന്നതും താങ്കൾ അതേപോലെ തന്നെ ഓഗസ്റ്റ് 17 നോംസ് വന്നത് കാര്യം പറഞ്ഞു. സാറ് ജൂലൈ 30-ാം തീയതി ദുരിതം ഉണ്ടായതിനു ശേഷം ആഗസ്റ്റ് 14-നാണ് PDNA നോംസ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. അതെ, അതായത് 14 ദിവസം PDNA നോംസ് വന്നു. കേരളം സഹായം ആവശ്യപ്പെടുന്ന കാലത്ത് PDNA നോംസ് പോലും നിലവിലില്ല. ഇതിനിടയ്ക്ക് നമ്മളൊരു ബന്ദ് നടത്തി, ഒരു ഹർത്താൽ നടത്തി ഈ ഗവൺമെന്റ്, ഇല്ലേ? അല്ല, ഗവൺമെന്റ് ഒരു ഹർത്താൽ നടത്തി. ഒരു റിപ്പോർട്ട് പോലും കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കുന്നതിന് മുമ്പ് ഹർത്താൽ നടത്തി. പക്ഷേ ജൂലൈ 29-ാം തീയതി രാത്രി ഉണ്ടായ ഈ ദുരന്തത്തിൽ ഓഗസ്റ്റ് 17-ാം തീയതി കേന്ദ്രത്തിന് മെമ്മോറാണ്ടം കണക്കുകൾ സഹിതം കൊടുത്തു. അതിനുശേഷമാണ് താങ്കൾ തന്നെ സമ്മതിക്കുന്നത് പോലെ ഈ PDNA നോംസ് വന്നത്. 90 ദിവസത്തിനകം കേന്ദ്ര സംഘത്തിന്റെ പരിശോധനയ്ക്ക് 90 ദിവസത്തിനകമാണ് PDNA കൊടുക്കേണ്ടത്. അതും ആ പറഞ്ഞ കാലയളവിൽ തന്നെ PDNA കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തര സഹായത്തിന് PDNA ഒന്നും വേണ്ട, മെമ്മോറാണ്ടം കൊടുത്തു, PDNA കൊടുത്തു. നമ്മളിപ്പോ ഈ ഡിസംബർ മാസം പകുതി പിന്നിട്ടിട്ടില്ലേ, ഇതുവരെ 1 രൂപ പോലും തന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. ഷിജു ഖാൻ, ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കയ്യിൽ പണമില്ലാത്ത അവസ്ഥയുടെ ഒപ്പമാണ് ഈ SDRF-ലെ 132 കോടി രൂപ ഈ രക്ഷാപ്രവർത്തനം നടത്തിയതിന്റെ. അതും ഇത്രയും കാലം ഈ വയനാട് രക്ഷാപ്രവർത്തനം മാത്രമല്ല, 2006 മുതൽ ഇങ്ങോട്ടുള്ള വ്യോമസേനയുടെ ചെലവായി, ഹെലികോപ്റ്റർ അസിസ്റ്റൻസിന്റെ ചെലവായി 132 കോടി ഈ പറഞ്ഞ കേരളത്തിന്റെ ഫണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്, കുറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇതെങ്ങനെയാണ് നേരിടാൻ കഴിയുക? അഭിലാഷ്, ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും ഒരു വലിയ ദുരന്തം നടന്ന
അതിൻ്റെ എല്ലാ ദുഃഖഭാരങ്ങളും പേറി നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ മുന്നിലേക്ക്, ഒരു വീട്ടുമുറ്റത്തേക്ക് ഒരു നീച അല്ലെങ്കിൽ ഒരു നികൃഷ്ട പ്രവൃത്തിയുമായി എത്തുന്ന ഈ ബ്ലൈഡ് മാഫിയയുടെ മനോഭാവത്തിലേക്ക് ഒരു കേന്ദ്ര ഗവൺമെൻറ് മാറാൻ പാടുണ്ടോ? ഒരു ഔചിത്യവും ഇല്ലാതെ, ഒരു മനുഷ്യപ്പറ്റുമില്ലാതെ ഒരു ദുരന്തം നടന്ന വീട്ടുമുറ്റത്തേക്ക് എത്തുന്ന ബ്ലൈഡ് മാഫിയക്കാരൻ്റെ മനോഭാവത്തിലേക്ക് ഒരു കേന്ദ്ര ഗവൺമെൻറ് മാറുകയാണ്. അതുകൊണ്ടാണ് കോടതി ഇന്ന് വളരെ ഗൗരവത്തോടുകൂടി സെൻട്രൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിമർശനം ചൊരിയുന്നത്. കോടതി തങ്ങളുടെ മുന്നിലുള്ള നിയമപരമായ കാര്യങ്ങളോടൊപ്പം ഈ സമൂഹത്തിൽ ഒരു കോടതിയുടെ ഉത്തരവാദിത്തം എന്താണ് എന്നത് കൃത്യമായും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ഇപ്രകാരമുള്ള വാടക ചോദിച്ച് ഒരു നാടിനെ ഇങ്ങനെ അവരോട് പെരുമാറാൻ പാടുണ്ടോ? 2017 എയർലിഫ്റ്റിംഗ് ചാർജ് ഇപ്പോൾ ചോദിച്ചത് എന്തിനാണെന്ന ചോദ്യം കോടതിയുടെ അങ്ങേയറ്റത്തെ മനുഷ്യത്വത്തിൻ്റെ ലക്ഷണമാണ്. BJPയുടെ നേതാവ് ഇപ്പോഴും സംസാരിക്കുന്നത് ഇതൊക്കെ എന്തോ സ്വാഭാവികമാണ് തങ്ങൾ ചോദിച്ച ഈ കണക്കുകൾ എന്ന മട്ടിലാണ്. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത് ഈ കേരളം നേരിടുന്ന ഒരു സ്വാഭാവിക സാഹചര്യമല്ല, ഒരു സാധാരണ സാഹചര്യമല്ല, അസാധാരണമായ ഒരു ദുരന്തത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ് നമ്മളോട് കഴിഞ്ഞ കാലത്തെ കണക്കുകളും പേറി സെൻട്രൽ ഗവൺമെൻറ് വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കോടതി അതിനോട് പ്രതികരിക്കുന്നത്? നമുക്ക് 4 മാസമായി ഒരു നയാ പൈസ ഈ സ്റ്റേറ്റിന് വേണ്ടിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ദുരന്ത നിവാരണത്തിന് വേണ്ടിയും തരാത്ത ഒരു ഗവൺമെൻറ് 16-17 എയർലിഫ്റ്റിങ്ങിൻ്റെ ചാർജ് ഉൾപ്പെടെ വന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ മനസാക്ഷിയുള്ള ആരെങ്കിലും ചോദിക്കുമോ? നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് സഹായം തരണം, ഈ ഡിസാസ്റ്റർ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം നമുക്ക് തരണം എന്ന് ചോദിക്കുമ്പോൾ ഒരു ഔചിത്യം പോലും ഇല്ലാതെയല്ലേ ഈ സെൻട്രൽ ഗവൺമെൻറ് നമ്മളോട് ഈ കണക്ക് പറയുന്നത്? ഇത് യഥാർത്ഥത്തിൽ ബ്ലൈഡ് മാഫിയക്കാരൻ്റെ മനോഭാവത്തിലേക്ക് ഒരു ഗവൺമെൻറ് മാറുകയല്ലേ? നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയാണോ അഭിലാഷേ? ഒരു കേരളം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയാണോ? ഒരു പ്രൈവറ്റ് കമ്പനിയോട് പുലർത്തേണ്ടുന്ന നിലപാടാണോ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് നിലപാട് കാണിക്കേണ്ടത്? ഈ വയനാട്ടിൽ മരിച്ചവരും അതോടൊപ്പം കുടുംബത്തെ നഷ്ടപ്പെട്ടവരും വീട് നഷ്ടപ്പെട്ടവരും ഒക്കെ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ മനുഷ്യരാണ്, ഒരു രാജ്യത്തെ മനുഷ്യരല്ലേ, ഒരു രാജ്യത്തിലെ പൗരസഞ്ചയമല്ലേ, ഒരു സ്റ്റേറ്റിന്റെ ഭാഗമല്ലേ? അവരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിക്കാം. നേരത്തെ ഇവിടെ BJPയുടെ നേതാവ് പറയുന്നുണ്ടല്ലോ 153 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു എന്ന കാര്യം. നിങ്ങളത് ചൂണ്ടിക്കാണിച്ചു. എവിടെയാണ് ഇത്? ഏത് കാശിന്റെ കാര്യമാണ് പറയുന്നത്? 153 കോടി രൂപ കൊടുക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഇവരുടെ മന്ത്രിതല ഉപസമിതി അതിന്റെ റിപ്പോർട്ട് പ്രകാരം അനുവദിച്ചതായി ധനകാര്യ മന്ത്രി പറഞ്ഞു, സഹമന്ത്രി പറഞ്ഞു, പങ്കജ് ചൗധരി ലോകസഭയിൽ പറഞ്ഞു. എവിടെ 153 കോടി രൂപ? എവിടെയാണ് അത്? വാസ്തവത്തിൽ 153 കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ക്രമീകരിക്കണം എന്ന് ഇവർ പറയുകയാണ്. ഈ പൈസ കൊടുത്തില്ല. യഥാർത്ഥത്തിൽ ഈ തുക അംഗീകരിച്ചെങ്കിലും ഈ പണം കൊടുത്തില്ല. എന്നിട്ട് പറയുന്നു നിങ്ങൾ ഈ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കണം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇത് സ്റ്റേറ്റിലാകെ വിനിയോഗിക്കേണ്ട പണമാണ്. അതോടൊപ്പം നിരവധിയായ പദ്ധതികൾക്ക് വേണ്ടി നേരത്തെ തന്നെ പറഞ്ഞു, നിരവധി പദ്ധതികൾക്ക് വേണ്ടി ഇനിയും കൊടുക്കേണ്ടുന്ന തുകയാണ് ആകെ നമ്മുടെ കയ്യിലുള്ള ഫണ്ട്. അതിൽ ബാക്കി വളരെ കുറച്ച് പൈസയാണ് അവശേഷിക്കുന്നത്. അപ്പൊ 153 കോടി രൂപ തന്നില്ല. ഇപ്പോ നമ്മളോട് പറയുന്നത് 2016 അതിനു മുമ്പും അതിനുശേഷവും ഒക്കെയുള്ള കടം വീട്ടണം എന്ന് പറയുകയാണ്. അഭിലാഷ്, കടം വീട്ടാൻ നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങളല്ലേ, കേരളത്തിലെ ജനങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങളല്ലേ, ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ? ഈ വയനാട്ടിലെ ജനത എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ മുന്നിൽ ഈ ബ്ലൈഡ് മാഫിയക്കാരനെ പോലല്ലേ കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്? നമ്മളൊരു സ്റ്റേറ്റ് ആണ് അഭിലാഷേ. ഒരു സ്റ്റേറ്റിനോട് ഒരു ദുരന്തത്തിന്റെ നോവ് മാറും മുമ്പേ പഴയ കണക്ക് ലിസ്റ്റും കൊണ്ട് വരികയാണ്. ഇവരെങ്ങനെ ഒരു ഗവൺമെന്റ് ആകും? ഇവരൊരു ഗവൺമെന്റ് അല്ല, കേന്ദ്ര ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് അല്ല. ഇത് ഒരു നാടിനെ മുഴുവൻ നമ്മൾ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്? ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ നമ്മൾ? ഒരു രാജ്യത്തിന്റെ ഭാഗമായ ജനതയോട് കള്ളക്കണക്കും കൊണ്ടുവന്ന് നമ്മുടെ പണം പിരിക്കാൻ പോലെ തരാനുള്ളത് തരണം.
അർഹമായ പണം തന്നിട്ട് കണക്ക് പറ. ഒരു നക്ക ഒരു നയ പൈസ ഈ കേരളത്തിന് തന്നിട്ടില്ല. അതിനുശേഷം കണക്കും എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ്. ശക്തമായ പ്രതിഷേധം ഉയരണം. ശരി, ഓക്കെ. ശ്രീ നൌഷാദ് അലി, വയനാട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന്റെ ലോക്സഭാ മണ്ഡലമായിരുന്നു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമാണ്. അതിന്റെ ഭാഗത്താണ് ഇത്ര വലിയ ഈ ദുരന്തം ഉണ്ടായിരുന്നത്. നമ്മൾ ആ ദുരന്തത്തിന്റെ 5ാമത്തെ മാസത്തിലാണ്. ഈ 5ാമത്തെ മാസത്തിലും ഇത്ര വലിയ ഒരു ദുരന്തം നടന്നിട്ട് ഒരു കേന്ദ്ര സഹായവും കിട്ടിയിട്ടില്ല എന്ന വസ്തുത അവിടെ നിൽക്കുന്നു. നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിൽ പ്രളയ ദുരന്തം ഉണ്ടായപ്പോൾ സമാനമായിരുന്നില്ല സാഹചര്യം. പലയിടത്തും അർഹമായതും അതിൽ കൂടുതലും ഫണ്ട് കേന്ദ്രം ചെലവഴിക്കുന്നത് കണ്ടു. പക്ഷെ കേരളത്തോട് മാത്രം എന്താണ് ഇങ്ങനെ എന്ന ഒരു വികാരം കോൺഗ്രസിനില്ലേ? നിശ്ചയമായിട്ടും അഭിലാഷേ, ഈ വികാരം ആദ്യമായിട്ട് നിയമസഭയിലും പാർലമെൻറ്റിലും പുറത്തുമൊക്കെ പ്രകടിപ്പിച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ഞാനിവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു യാഥാർത്ഥ്യം, ഇവിടെ അമിത്ഷായും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ പറയുന്നത് നമ്മൾ സെൻട്രൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചില്ല, അല്ലെങ്കിൽ വൈകി, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റിൻ്റെ അപേക്ഷകൾ നമ്മൾ കൃത്യമായിട്ട് സമർപ്പിച്ചില്ല, വൈകി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ കേരളം ഇവ രണ്ടും സമർപ്പിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ. ഇവിടെ ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസിസ്റ്റൻസിൻ്റെ രേഖകൾ 580-ലധികം പേജുകളുള്ളതായിട്ടാണ് കേരളം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടും ഇവർ കേരളത്തോട് ഇങ്ങനെ പെരുമാറുന്നത് കാണുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുന്നുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ സെൻട്രൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു ഗൈഡ് ലൈനിലുമുള്ള ഒരപേക്ഷയും കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ വളരെ ദ്രുതഗതിയിൽ ആന്ധ്രക്ക് 3000-ലധികം കോടി രൂപ ഇവർ കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. ബീഹാറിന് 12,000 കോടിയോളം രൂപ കൊടുക്കുന്നത് കാണുന്നു. സമാനമായിട്ട് ത്രിപുരക്കും തമിഴ്നാടിനും സിക്കിമിനും കേരളത്തിലെ ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതൊക്കെ നമ്മൾ കാണുന്നു. ഒരു തരത്തിലുള്ള രേഖയും സമർപ്പിക്കുന്നതിന് മുമ്പ് അവിടേക്ക് സഹായം എത്തുമ്പോൾ ഇവിടെ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടും ഈ സഹായമില്ലാതെ ഇവർ നിൽക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പിള്ള മോഡൽ പ്രസംഗമൊക്കെ വല്ലവരും നടത്തിയാൽ അതിനൊന്നും യാതൊരു അത്ഭുതത്തിനും അവകാശം ഇനിയുള്ള കാലത്ത് ഉണ്ടാകാൻ ഇടയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നത്, ഏതായാലും കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിലൊരു നീതിബോധമില്ലാത്ത, ന്യായവിചാരമില്ലാത്ത, അന്ധമായ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയാൽ നയിക്കപ്പെടുന്ന, ഇനി കേരളത്തിലെ BJP നേതാക്കൾക്ക് പോലും പോയി പറയാനുള്ള ഒരു പഴുതുപോലും ഇല്ലാത്ത വണ്ണം കൊട്ടിയടക്കപ്പെട്ട വാതിലുമായി കഴിയുന്ന ആളുകളാണ് കേന്ദ്രം ഭരിക്കുന്നത്. അവരിത്തരത്തിൽ പെരുമാറുമ്പോൾ അവർ തന്നില്ല എന്ന് കരയുന്നതിന് പകരം നമുക്ക് സാധ്യമാകുന്ന നടപടികളും മാർഗങ്ങളും ഇവിടെ കൈക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കണം. ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അമാന്തം കാണിക്കരുത് എന്ന് പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിത് കേന്ദ്രത്തിനെതിരെ പറയുമ്പോൾ സംസ്ഥാനത്തെയും തോണ്ടിപ്പോകുന്നു എന്ന് നിങ്ങൾ അർത്ഥമാക്കരുത്. ഞാൻ രാഷ്ട്രീയം കലർത്താതെയാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിൽ വലിയ തുകയുണ്ട്. മുസ്ലിം ലീഗും കോൺഗ്രസും മറ്റൊരുപാട് NGOകളും ഒക്കെ പിരിച്ചെടുത്ത തുകകൾ കയ്യിലുണ്ട്. കർണാടക സർക്കാരിൻ്റെ 100 വീടുകളുടെ വാഗ്ദാനമുണ്ട്. അതിൻ്റെ ഫോളോ അപ്പ് നമ്മൾ നടത്താത്തതുകൊണ്ട് കർണാടക വീണ്ടും എഴുതി ചോദിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ മുസ്ലിം ലീഗിൻ്റെ കയ്യിലുള്ള ഫണ്ട് കൊണ്ട് മാത്രം 10 ലക്ഷം രൂപയെങ്കിലും ഒരു വീടിന് ചെലവ് കണക്കാക്കിയാൽ 1000 വീടെടുത്തു കൊടുക്കാൻ പര്യാപ്തമായ തുക അവർ പിരിച്ച് അത് ചെലവഴിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ മാർഗനിർദ്ദേശം കാത്തു നിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ 100 വീടിൻ്റെ ഓഫറുണ്ട്, കർണാടകയുടെ ഓഫറുണ്ട്. അപ്പം ഈ വീടുകൾക്കൊക്കെ സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്ത് നൽകിക്കൊള്ളാം എന്നാണ് സർക്കാർ പറയുന്നത്. ഇതുവരെ അതിനകത്ത് നടപടി ആയിട്ടില്ല. സ്ഥലമേറ്റെടുപ്പ് ഒരു നിയമക്കുരുക്കിൽ പെട്ടതുകൊണ്ടാണല്ലോ ഇപ്പോ രാഹുൽ ഗാന്ധിക്കാണെങ്കിലും ലീഗിനാണെങ്കിലും മറ്റ് NGOകൾക്കാണെങ്കിലും കർണാടക സർക്കാരിനാണെങ്കിലും അവർ വാഗ്ദാനം ചെയ്ത തുക അവിടെ ചെലവഴിക്കാൻ കഴിയാതിരിക്കുന്നത്. അത് നിശ്ചയമായും ആ നിയമക്കുരുക്കുകൾ നീങ്ങും. സർക്കാർ അത് ഉടനടി അതിന്റെ പ്രശ്നപരിഹാരം നടത്തുമെന്ന് വിചാരിക്കാം. ശരി, ഞാൻ ആ പോയിന്റ് എടുത്തു. അപ്പോഴും ശരി, നമ്മൾക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ പണം പിരിച്ചും സഹായം വാങ്ങിയും ഒക്കെ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. കേന്ദ്ര സർക്കാർ ഇവിടെ നിന്ന് നികുതി പിരിക്കുന്നുണ്ടല്ലോ സാർ. ഇവിടേക്ക് നമ്മുടെ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നില്ലല്ലോ. നമ്മുടെ നികുതി പിരിക്കുന്നുണ്ട്. കേന്ദ്രത്തിന് ഉത്തരവാദപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ പണം പിരിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് അർഹമായത് കിട്ടുക എന്നുള്ളതും പ്രധാനമല്ലേ?
അല്ല, ഒരു തർക്കവും അതിനകത്തില്ലല്ലോ. ഞാൻ ഇവിടെ ഈ പിന്നെ സ്ഥലമെടുപ്പിന്റെ കാര്യം പറഞ്ഞത്, എല്ലാ NGO-കളും പാർട്ടികളും ഒക്കെ ഞങ്ങൾ തന്നെ സ്വയം സ്ഥലം കണ്ടെത്തി വീട് പണിതോളാം, സർക്കാർ ഗുണഭോക്താക്കളെ നിശ്ചയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സർക്കാർ അത് കേട്ടിട്ടില്ല. അത് കേൾക്കണമായിരുന്നു എന്ന് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ സാങ്കേതിക കുരുക്കിൽപ്പെട്ട് അനന്തമായി നീണ്ടുപോകേണ്ട കാര്യമല്ല. ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടക്കാൻ എന്ത് വേണമോ അത് ചെയ്യണം. അതിലേക്ക് സർക്കാരിൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കാൻ കൂടി ഞാൻ എൻ്റെ അവസരം വിനിയോഗിക്കുകയാണ്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതും ഇതിലപ്പുറമൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ രാജ്യത്തെ തന്നെ കഷ്ണം കഷ്ണമായി വിഭജിക്കാനും, മതത്തിൻ്റെ പേരിൽ ധ്രുവീകരിക്കാനും, പ്രാദേശികമായി വിഭജിക്കാനും, ഭാഷയുടെ പേരിൽ അന്യവൽക്കരിക്കാനും ഒക്കെ ശ്രമിക്കുന്ന, പല കഷ്ണങ്ങളായി പല കുടത്തിലിട്ട് അടച്ചു വെച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന ആളുകളാണ്. ഇവരെടുത്തുനിന്ന് നമ്മൾ ഇതിലപ്പുറം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇവരുടെ മുൻകാല ചരിത്രമൊക്കെ നമ്മോട് വിളിച്ചോതി തരുന്നത്. ഇവരെ നമ്മളെ സഹായിച്ചാൽ മാത്രമാണ് ഞാൻ അത്ഭുതം കാണുന്നത്. അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള ആവലാതിയൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം അവരങ്ങനെയാണ്. ഇവിടെ ഇപ്പൊ BJPയുടെ പ്രതിനിധി ആവർത്തിച്ച് അദ്ദേഹം പറയുന്നത് ഏക ന്യായവാദം എന്താ? എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്നത് പോലെ കേരളത്തിനും വർഷത്തിലെ ദുരിതാശ്വാസ നിധിയിൽ നിന്നൊരു വിഹിതം കിട്ടുന്നു. ആ കിട്ടുന്നത് കേന്ദ്രമല്ലേ തരുന്നത്, അത് വെച്ച് ചെയ്തൂടെ എന്നാണ് അദ്ദേഹമൊക്കെ ചോദിക്കുന്നത്. ഇതുപോലെയൊക്കെയുള്ള ബധിരകർണങ്ങളുമായി നടക്കുന്ന ആളുകളോടൊക്കെ എന്ത് പറയാനാണ്? നമുക്ക് ആനുപാതികമായിട്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിനും കിട്ടുന്ന തുക മാത്രമേ കിട്ടുന്നുള്ളൂ. അത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല. നമ്മൾ ഇവിടുന്ന് പിരിച്ചു കൊടുക്കുന്ന നികുതി അവര് മൊത്തം വരുമാനത്തിന്റെ ഭാഗമായിട്ട് വിഹിതമായി ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച് വകയിരുത്തി കിട്ടുന്ന തുകയാണ്. അതൊക്കെ ഔദാര്യമാണ്, കേന്ദ്രം തരുന്നതാണെന്നൊക്കെ കരുതി സമാധാനിച്ച് ന്യായീകരിക്കുന്ന ആളുകളോടൊക്കെ എന്ത് പറയാനാണ്? എന്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ BJP ഉൾപ്പെടെയുള്ള മുഴുവൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഈ അന്യായത്തിനെതിരെ ശബ്ദിക്കണം. BJPക്കാരിങ്ങനെ ഈ വിഷയത്തിലും കേന്ദ്രത്തെ ന്യായീകരിച്ച് കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വട്ടപൂജ്യമാകരുത്. സുരേഷ് ഗോപിയെ പോലെ കൈ രണ്ടും കുലുക്കി ആംഗ്യം കാണിച്ചിട്ട് വിഡ്ഢിവേഷം കെട്ടരുത്. കാരണം മലയാളിക്ക് ഇതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് എന്ന് ഈ BJPക്കാരെ മനസ്സിലാക്കണം. ഏതായാലും ഇതൊക്കെ രാജ്യത്തിന്റെ ഫെഡറൽ വ്യവസ്ഥിതിക്ക് ഗുരുതരമായ ഹാനി വരുത്തുന്നതാണ്. ഈ രാജ്യത്തിന്റെ ഒരു യൂണിയൻ എന്ന സങ്കല്പത്തിന് തന്നെ വലിയ പോർലേൽപ്പിക്കുന്നതാണ്. ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭാവി എന്താകും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. എനിക്ക് ഇപ്പോൾ ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ ഷാജി ആർ നായർ, നാഗൽ നേരത്തെ ചോദിച്ചു, ദുരന്തമുണ്ടായതിന്റെ പിറ്റേന്ന് തന്നെ 150 കോടി രൂപ തന്നില്ലേ എന്നൊക്കെ. തന്നതാണോ? എവിടെ തന്നതാണ്? അത് സ്റ്റാറ്റ്യൂട്ടറി ഡെവല്യൂഷനാണ്. എന്ന് പറഞ്ഞാൽ നിയമപരമായി, ഭരണഘടനാപരമായി കേരളത്തിന് കിട്ടേണ്ട തുകയാണ്. അത് ആരും തന്നിട്ടുള്ള കാര്യമല്ല. അന്ന് നരേന്ദ്രമോദി അല്ല ആര് ഭരിച്ചാലും സ്റ്റാറ്റ്യൂട്ടറിയായി നിയമപരമായി കേരളത്തിന് കിട്ടേണ്ട വിഹിതം മാത്രമാണ്. അതല്ലാതെ വയനാടൊരു ദുരന്തമുണ്ടായതിന്റെ പേരിൽ 1 ലക്ഷം പോട്ടെ, 1 കോടി പോട്ടെ, 1 രൂപ കേരളത്തിന് വയനാട് ദുരന്തമുണ്ടായതിന്റെ പേരിൽ കേന്ദ്രം തന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി നൗഷാദ് അലി, അദ്ദേഹം ഈ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്ന കേട്ടു ഈ രാജ്യത്തിൻ്റെ സ്ഥിതിയെ പറ്റിയിട്ടൊക്കെ. സാർ, അത് താങ്കൾക്ക് ഈ ആശങ്കയുണ്ടാകും. കാരണം കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരം ഇല്ലാത്തതിൻ്റെ ഒരു ആശങ്കയുള്ളൂ. അതിനപ്പുറത്ത് ആ ആശങ്കയ്ക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഇന്നിപ്പോൾ നിങ്ങൾ ഈ ചർച്ചയുമായി ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി BJP എന്നൊക്കെ നിങ്ങളിപ്പോൾ പറയുന്നത് കേട്ടു. സാർ, ഇത് എത്ര കാലമായിട്ട് നിങ്ങൾ കേരളത്തിലും രാജ്യത്തും പറയുക? ഇനിയെങ്കിലും ഇതൊക്കെ തന്നെ അവസാനിപ്പിച്ചുകൂടെ? നിങ്ങളിന്നിപ്പോൾ പാർലമെന്റിൽ 2 ചർച്ച ചെയ്തല്ലോ, ഭരണഘടനയും അതേപോലെ പുലിവാല് പിടിച്ചില്ലേ? ഇപ്പൊ അതിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ലല്ല, അത് താങ്കൾ ശ്രീ നൗഷാദ് അലി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അഭിലാഷിന് ഓർമ്മ വന്നില്ലേ ഇത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ ആ വിഷയത്തിലേക്ക് പോകണില്ല. അപ്പോൾ നൗഷാദിൽ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഞാനൊന്ന് പറയാം. കാരണം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് NDRF, SDRF, അതേപോലെ തന്നെ ദുരിതാശ്വാസത്തിൻ്റെ ചില കാര്യങ്ങൾ. സാർ, ഇതനുസരിച്ചുള്ള ഈ രാജ്യത്ത് ചില നോംസും ചില കാര്യങ്ങളും ഇതെല്ലാം കൊണ്ടുവന്നത് നൗഷാദ് അലിയുടെ പാർട്ടിയാണ്. 2014 മുമ്പുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അതനുസരിച്ച് മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് പെരുമാറിയിട്ടുള്ളൂ. സാർ, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ പ്രാഥമികമായി ചെയ്യേണ്ട ചില ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അതിനാവശ്യമായ പണം, അതിനുശേഷം ഗവൺമെൻറ് പ്രളയമുണ്ട അല്ലെങ്കിൽ ദുരിതമുണ്ടായ സ്ഥലത്ത് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റീബിൽഡിനായിട്ടുള്ളത്. ഇപ്പോൾ വയനാട്ടിനെ സംബന്ധിച്ച് നമുക്ക് റീബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അതിനൊരു വിശദമായ റിപ്പോർട്ട് കൊടുക്കണം.
ഇത് രണ്ടും കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായി പരിഗണിക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ റിപ്പോർട്ട് കൊടുത്തതിന്റെ ഡേറ്റ് ആണ് ഞാൻ സൂചിപ്പിച്ചത്, വയനാട് തെരഞ്ഞെടുപ്പിനാണ്. ഈ പറഞ്ഞ പണം ഗവൺമെന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആയിട്ടില്ല. താങ്കൾ തന്നെ പറഞ്ഞു ഈ ഓഗസ്റ്റ് മാസം മുതലാണ് PDN എന്ന സമ്പ്രദായം പോലും ആരംഭിച്ചത്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇതേ കാലയളവിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തല്ലോ, ആന്ധ്രാപ്രദേശിന് കൊടുത്തില്ലേ, ബീഹാറിന് കൊടുത്തില്ലേ, ഉത്തരാഖണ്ഡിന് കൊടുത്തില്ലേ, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തില്ലേ? മറ്റിടങ്ങളിലൊക്കെ പ്രളയം ഉണ്ടായാൽ, ഡിസാസ്റ്റർ ഉണ്ടായാൽ അവിടങ്ങളിലൊക്കെ വാരിക്കോരി പണം കൊടുക്കാൻ കേരളത്തിന് മാത്രം ഇല്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? വേറെ എവിടെ നിയമമില്ലേ? വേറെ എവിടെ ഈ പറഞ്ഞ നോംസ് ഒന്നുമില്ലേ? PDN കൊടുത്തിട്ടാണോ ആന്ധ്രയ്ക്ക് പൈസ കൊടുത്തത്? അല്ലല്ലോ. ഞാൻ പറയാം സാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച UDFന്റെ കാലത്തുണ്ടായിട്ടുള്ള ഒരു നോംസിലെ ഒരു പ്രധാനപ്പെട്ട 1-2 നോംസ് ഉണ്ട്. അതിലൊന്ന് ദുരന്തത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ എന്താ? ഒരു ജില്ലക്കകത്തുണ്ടാകുന്നത്, ഇപ്പോൾ PL1, PL2, PL3, ഈ ക്ലാസിഫിക്കേഷൻ ഒന്നും BJPയോ നരേന്ദ്രമോദി ഗവൺമെൻറ്റോ ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഒരു ജില്ലക്കകത്തുണ്ടാകുന്ന ദുരന്തം ഒരു കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിനകത്ത് 1 അല്ല 2 അതിലധികമോ ജില്ലകൾ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമാകുന്നു. അതിനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 1-2 കൂടുതൽ സംസ്ഥാനങ്ങൾ ദുരിതത്തിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഇപ്പം നമുക്കറിയാം, കേരളത്തിലുണ്ടായതൊരു ജില്ലയ്ക്കകത്തെ ദുരിതമാണ്. തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും നമ്മൾ കണ്ടതാണ്. എന്താണ്? 3-4 ജില്ലകളിൽ ഒരേപോലെ ബാധിച്ച വലിയ ദുരന്തമാണ്. അവിടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീഫ് കൊടുക്കാൻ എന്ത് വേണ്ട? ഈ PDN റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഡീറ്റെയിൽ റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അവർക്ക് അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സാർ, ഈ നോംസ് ഒന്നും ഉണ്ടാക്കിയത് 2014 നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ല, നൗഷാദ് അലിയുടെ പാർട്ടിയാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ സത്യത്തിൽ ഇപ്പം ഞാൻ തന്നെ ചോദിച്ചിട്ട്, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് PDN റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നു. റീബിൽഡിന് നമുക്ക് എന്ത് വേണം? 500 കുടുംബങ്ങൾ വഴി ആധാരമായിട്ടുണ്ടല്ലോ. അവർക്ക് ബുദ്ധിമുട്ടിലാണല്ലോ, പലരും വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നത്. അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഈ വസ്തുവിൻ്റെ ഡീറ്റെയിൽസ് എങ്കിലും കൊടുക്കണ്ടേ സാർ കേന്ദ്ര ഗവൺമെൻറ്റിന്? ഇവരിപ്പോൾ റിപ്പോർട്ടേ കൊടുത്തിട്ടുള്ളൂ. ഒരു വസ്തു പോലും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാതെ, അത് കൃത്യമായിട്ട് അതിൻ്റെ പേരിലുള്ള ചില ലീഗൽ ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ പരിഹരിക്കാതെ, അതിനൊന്നും ഇപ്പോഴും ഇവർ ശ്രമിക്കുന്നില്ല. ഒരു മാസം കഴിഞ്ഞും ഇതിന് പണം അനുവദിക്കാതിരുന്നാൽ ഇതേപോലെ CPMന്റെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും വന്നിരുന്നു പറയും. അല്ല, കോൺഗ്രസിന്റെ പ്രതിനിധി പോലും ആർജവത്തോടെ ഇപ്പൊ അവര് അടിയന്തര ധനസഹായത്തിന് വേണ്ടിയിട്ടാണ് ഓഗസ്റ്റ് മാസം 17-ാം തീയതി മെമ്മോറാണ്ടം കൊടുത്തത്. അടിയന്തര ധനസഹായം കിട്ടിയിട്ടില്ല. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് സമർപ്പിച്ചു നവംബർ മാസത്തിൽ. അതനുസരിച്ച് യാതൊരു പ്രവർത്തനങ്ങൾക്കുമുള്ള പണം കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തു, കേരളത്തിന് മാത്രം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിന്റെ രാഷ്ട്രീയ വശം കൂടിയുണ്ട് ഷാജി. നോക്കൂ, ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ വേണ്ടി അതാത് സംസ്ഥാനങ്ങളിലെ BJP ഘടകങ്ങൾ അതിശക്തമായി ആവശ്യപ്പെടില്ലേ? ഇവിടെ BJP എടുക്കുന്ന സമീപനം എന്താ? കേരളത്തിന് പണം കിട്ടണം, ഇവിടുത്തെ ആളുകൾ മെച്ചപ്പെടണം, ഇവിടുത്തെ ആളുകൾക്ക് സഹായം കിട്ടണം എന്നുള്ളത് നിങ്ങളുടെയും കൂടി അജണ്ട ആകേണ്ടതല്ലേ? അല്ലാതെ ഇവിടെ എല്ലാം കുഴപ്പമാണ് എന്ന് പറയലാണോ വേണ്ടത്? മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഘടകങ്ങൾ ഭരണത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമോ? ഇവിടെ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പാർട്ടികളുടെ MP-മാർ പോലും കേരളത്തിന് സഹായം കിട്ടിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ നിന്ന് ജയിച്ചിട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആള് പോലും എന്ത് സമീപനമാണ് എടുക്കുന്നത്? അല്ല, ഈ സമീപനത്തിൽ എന്താ പ്രശ്നമുള്ളത്? ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന ഇനിഷ്യേറ്റീവ് എന്താണോ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതല്ലേ. സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല എന്നുള്ളത് കോടതിയല്ലേ സാർ പറഞ്ഞത്? BJP ആണോ പറഞ്ഞത്? അത് പറഞ്ഞ് നാവ് വായിലിട്ടിട്ടില്ല കോടതി. അതിൽ ശ്വാസം മുട്ടിയിരുന്ന ആളാണ് ഷിജു ഖാനൊക്കെ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മിണ്ടാട്ടമില്ലായിരുന്നു. ഇന്നിപ്പോൾ അവർക്കൊരു അവസരം കിട്ടി, ഒരു പരാമർശം. എന്തുവാ പരാമർശം? നിങ്ങൾ ഇപ്പോഴേ ഇത് ചോദിക്കണമായിരുന്നോ? കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങളിത് ചോദിക്കണമായിരുന്നു മാത്രം ഒരു പരാമർശമാണ് കോടതി നടത്തിയത്. അതിനുള്ള മറുപടി ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു കത്ത് അയക്കുമ്പോൾ അവരുടെ ഡ്യൂസ് അതിൻ്റെ ഡേറ്റ് സഹിതം പഴയത് ക്യാരി ഫോർവേഡ് ചെയ്യുക എന്നുള്ളത് സാമാന്യ രീതിയാണ്, വളരെ സാമാന്യമായ രീതിയാണ്. പിടിച്ചിട്ട് രാജ്യം വിഭജിക്കാൻ പോകുന്നു. ഇവിടെ അതിശക്തമായിട്ട് കേരളത്തിന് എതിര് നിൽക്കുന്നു. കേരളത്തിലെ BJP-ക്കാർ സഹായിക്കുന്നില്ല. കേരളത്തിലെ BJP-ക്കാരല്ല, കേരളത്തിലെ ജനങ്ങൾ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്ത ഇനിഷ്യേറ്റീവ് എന്താണെന്നാണ് എൻ്റെ ചോദ്യം. ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ സാർ. BJP ഗവൺമെന്റുകൾ ഉൾപ്പെടെ കൊടുത്ത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ ഞങ്ങളുടെ BJP ഭരിക്കുന്ന ഗവൺമെന്റ് മാത്രം കൊടുത്തിട്ടുണ്ട് 100 കോടിയുടെ അടുത്ത്. ഈ പണം പോലും ഇവർ ചെലവഴിച്ചിട്ടുണ്ടോ? സംസ്ഥാന ഗവൺമെന്റ് ഈ വയനാട് ചെലവഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ചോദ്യം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ കൊടുത്തത്
100 കോടി രൂപ BJP സംസ്ഥാനങ്ങളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. ശരി, ഓക്കെ. അത് ആ ചോദ്യം ഞാൻ ചോദിക്കാം. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഈ വിഷയം എന്തുകൊണ്ടാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് കേരളത്തിന് പണം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിന് സ്പെഷ്യൽ പാക്കേജ് കിട്ടാത്തത്, സ്പെഷ്യൽ അസിസ്റ്റൻസ് കിട്ടാത്തത്? ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള പണത്തിനപ്പുറത്ത് 1 രൂപ കേന്ദ്രത്തിൽ നിന്ന് എന്ത് കാരണത്താൽ കിട്ടിയില്ല എന്ന ചോദ്യം അവിടെ തന്നെ നിൽക്കും. പക്ഷെ ഷിജു ഖാൻ ഇവിടെ ഇപ്പോ ഉന്നയിച്ച ചില പ്രശ്നങ്ങളുണ്ട്. നോക്കൂ, ഞാൻ ഈ ദുരന്തത്തിന്റെ സമയത്ത് അവിടെ പോയി ഒരാഴ്ച റിപ്പോർട്ട് ചെയ്ത ആളാണ്. അത് കഴിഞ്ഞ് 100 ദിവസം കഴിയുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതേ ചൂരൽ മലയിൽ പോയ സമയത്ത് അവിടെ ആദ്യം പോയ ഘട്ടത്തിൽ അവിടെ നിറകണ്ണുകളോടെ നിന്നിരുന്ന ഒരു മനുഷ്യൻ 2ാം തവണ 100 ദിവസം കഴിഞ്ഞപ്പോൾ പോയപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് സാറേ, അന്ന് അങ്ങ് പോകുന്നതായിരുന്നു നല്ലത് എന്നാണ്. അന്ന് മരിക്കാൻ കഴിയാത്തതിൽ ഖേദം പ്രകടിപ്പിക്കുന്ന, വിഷമം പറയുന്ന ആളുകളെ ഇപ്പോൾ ചൂരൽ മലയിൽ പോയാൽ കാണാം. ആ മനുഷ്യർ എന്ത് തെറ്റ് ചെയ്തു എന്നൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഇപ്പോൾ CMDRFന്റെ കാര്യം പറഞ്ഞു. കേരളത്തിന് പുറത്തുള്ളവരും വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. CMDRFിൽ നിന്ന് ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാം. ഒപ്പം ഈ പുനരധിവാസം സംബന്ധിച്ച് ഒരുപാട് ആളുകൾ, സുമനസ്സുകളായ ആളുകൾ, സംഘടനകൾ, നിങ്ങളുടെ DYFI അടക്കം, DYFI 25 വീട് പ്രോമിസ് ചെയ്തിട്ടുണ്ടല്ലോ. ആ പ്രോമിസ് ഇപ്പോൾ 5 മാസം കഴിഞ്ഞു. ഇതിനെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, വിവിധ സന്നദ്ധ സംഘടനകളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ, സാമൂഹ്യ സംഘടനകളുടെ ഒക്കെ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ വാക്ക് പാലിക്കാൻ ഇവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, CMDRF ഉപയോഗിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വയനാടിന് വേണ്ടി ചെയ്യാനുണ്ട്. കേന്ദ്രം തരുന്നത് നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം, തരുമ്പോൾ തരട്ടെ എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി പോരാടാം. അതൊരു വശം. രണ്ടാമത്തെ വശം ഇങ്ങനെ കൂടിയുണ്ട്. അഭിലാഷ്, ഞാനും ഈ ദുരന്തം നടന്ന് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞു. ഈ അടുത്ത ദിവസങ്ങളിലൊന്നിലും അവിടെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിരുന്ന DYFIയുടെ നേതാവ് സൗ ഫ്രാൻസിസുമായിട്ട് അവിടെ സന്ദർശിച്ചിരുന്നു. വലിയ നമ്മളെയൊക്കെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും അവിടെ നിന്ന് കാണുന്നത്. ഇപ്പം നേരത്തെ ഞാൻ പലപ്പോഴും അഭിലാഷിനും അറിയാം, ചില ചർച്ചകളിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ടെങ്കിലും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കുവയ്ക്കേണ്ട വിഷയങ്ങളിലേ അങ്ങനെ പങ്കുവയ്ക്കേണ്ടതുള്ളൂ. ഇവിടെ നമുക്ക് രാഷ്ട്രീയമായ ഒരു അഭിപ്രായ വ്യത്യാസം പങ്കുവയ്ക്കുക എന്നതിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ദുരന്തങ്ങളും അതിൻ്റെ പ്രയാസങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്തുകൊണ്ട് ഇപ്പോൾ കേന്ദ്രം BJP ഭരിക്കുന്നത് കൊണ്ട് മാത്രമല്ല വിമർശനം, എൻ്റെയും ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ അഭിലാഷിൻ്റെയും ഗവൺമെൻറ്റാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പഴയ കണക്കുകളും എടുത്തുകൊണ്ടുവന്ന് ഒരു സ്റ്റേറ്റിനെ വീണ്ടും പീഡിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ ചോദ്യം. പിന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഇതൊക്കെ സാമാന്യമായിട്ട് ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഈ സാമാന്യ ധാരണയും കൊണ്ട് നിങ്ങൾ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്ക്, അല്ലെങ്കിൽ വടക്ക് കിഴക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്ക്. പഴയ കുറേ കണക്ക് എഴുതി കൊണ്ടുപോയാൽ എങ്ങനെയായിരിക്കും അവിടെ നിന്ന് മറുപടി വരുന്നതെന്നും എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളുടെ, അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് എന്തായിരിക്കും, ഫെഡറലിസത്തോടൊക്കെയുള്ള അവരുടെ നിലപാടും സമീപനവും എന്തായിരിക്കും എന്നൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മതി. കേരളം എപ്പോഴും ആ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ അത് നമ്മുടെ ദൗർബല്യമല്ല. നമ്മളൊരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മളെ സഹായിക്കേണ്ട ഘട്ടത്തിൽ മാറി നിന്ന് നമ്മളെ കൊഞ്ഞനം കുത്തുകയും നമ്മളെ ആക്ഷേപിക്കുകയും ചെയ്താൽ ഒരു പരിധിക്കപ്പുറത്തേക്കൊന്നും നമുക്ക് സഹിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റോളിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് ഈ സംഭവം ഉണ്ടായിട്ട് 4 മാസം കഴിഞ്ഞിട്ടും ഈ 153 കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേത് പേപ്പറിലാണ് അഭിലാഷേ, അത് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടാത്ത പണമാണ്, പേപ്പറിൽ എഴുതി വെച്ചിരിക്കുകയാണ്. 153 കോടി രൂപ എന്നുള്ളത് പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന തുകയാണ്. ഒരു നയ പൈസ നമുക്ക് തന്നിട്ടില്ല. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താ ചെയ്തത്? ഇപ്പോൾ ആ ദുരന്തത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ SDRFിൽ നിന്ന് 21 കോടി രൂപ അനുവദിച്ചു. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റാണ്, കൃത്യമായി പറയുന്നുണ്ട്. പുനരധിവാസ പാക്കേജിന് വേണ്ടി അതോടൊപ്പം SDRFിൽ നിന്ന് 228.95 കോടി രൂപയാണ് അവിടെ നമ്മൾ മാറ്റി ചെലവഴിക്കുന്നത്. അതോടൊപ്പം പിന്നെ ഡിസംബർ 10 വരെയുള്ള കണക്ക് ഞാൻ പറയാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരം അതിൽ ബാക്കി ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ 700 കോടി രൂപയാണ്. ഈ 700 കോടിയിൽ 638.95 കോടി രൂപ വിവിധ ആവശ്യങ്ങൾക്കനുസരിച്ച് വിവിധ ഉത്തരവുകൾ പ്രകാരം
പിന്നെ വിവിധങ്ങളായ ദുരന്തങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുകയാണ്. അപ്പോൾ ബാക്കി നമ്മുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ എത്ര 63.53 കോടി രൂപയാണ് അവശേഷിക്കുന്നത്. ഈ പണവും ഏതെങ്കിലും വഴിയിലൂടെ അപഹരിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. പിന്നെ കണക്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ അഭിലാഷേ, ഈ സാങ്കേതികമായിട്ട് കോടതി പറഞ്ഞല്ലോ, സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാട് സ്വീകരിക്കരുത്, ശരിയല്ല. കാരണം സാങ്കേതിക നൂലാമാലകൾ പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഫണ്ട് തരാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ്, ഈ സ്റ്റേറ്റിന് ഫണ്ട് തരാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ് ഈ നൂലാമാലകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആന്ധ്രാപ്രദേശിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആ സാങ്കേതികത്വം അവിടെ അവർ വിട്ടല്ലോ. ഉത്തരാഖണ്ഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ സാങ്കേതികത്വം അവർ വിട്ടല്ലോ. ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളെ കുറിച്ച് അഭിലാഷ് എണ്ണി പറഞ്ഞാൽ ആ സാങ്കേതികത്വം ഒന്നും അവിടെ ആപ്ലിക്കബിൾ അല്ല. സാങ്കേതികത്വം ആപ്ലിക്കബിൾ ആകുന്നത് കേരളത്തിൽ മാത്രമാണ്. രണ്ട് സംസ്ഥാനങ്ങളിൽ ദുരന്തം ഉണ്ടായില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പണം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അഭിലാഷേ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളുണ്ട്. രണ്ട് ജില്ലയിൽ ഈ ദുരന്തം ഉണ്ടാകാത്തത് കൊണ്ടാണോ ഞങ്ങൾ ഇങ്ങനെ അവഗണിക്കപ്പെടുന്നതെന്ന ചോദ്യം ഒരു ഗവൺമെന്റിനോട് ചോദിക്കേണ്ടി വരുന്നത് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഗതികേടാണ്. ഇതൊരു ജില്ലയിലെ പ്രശ്നമായിട്ടല്ല അഭിലാഷെ കാണേണ്ടത്, ഇത് ദേശീയ ദുരന്തമാണ്. ദേശീയ ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അടിസ്ഥാനം എന്താണ്? ഇത്ര ഗുരുതരമായിട്ടുള്ള വലിയ ദുരന്തം ഒരു നാട്ടിൽ ഉണ്ടായിട്ട് 2 ജില്ലകളിൽ ഉണ്ടാകാത്തത് കൊണ്ട് ഞങ്ങൾ തരില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? രണ്ടാമത്തെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇവിടെ BJPയുടെ സംസ്ഥാനത്തെ നേതാക്കന്മാരടക്കം ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ്. എന്തിനാ പ്രധാനമന്ത്രി വന്നത്? ആ ചെലവ് നമ്മൾ കൊടുക്കണ്ടേ? അവരാരൊക്കെ വന്നോ അതിന്റെ എണ്ണി പൈസ നമ്മൾ കൊടുക്കണം. ഹെലികോപ്റ്റർ വന്നതിന്റെ പൈസ നമ്മൾ കൊടുക്കണം. എയർലിഫ്റ്റിംഗിന്റെ പൈസ നമ്മൾ കൊടുക്കണം. നമ്മളെ സഹായിച്ചതിന്റെ പൈസ നമ്മൾ കൊടുക്കണം. പ്രളയകാലത്ത് നമുക്ക് തന്ന റേഷന്റെ പൈസ കോടിക്കണക്കിന് രൂപ എണ്ണി മേടിച്ചവരാണ്. എന്തിനാണ് ഒരു സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്രകാരം നമ്മുടെ തലയെണ്ണി നമ്മുടെ പൈസ മേടിക്കാനുള്ള ഏജൻസിയാണോ? ആ ഏജൻസി അല്ല. എന്റെയും നിങ്ങളുടെയും ജീവൻ സംരക്ഷിക്കാൻ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ഉത്തരവാദിത്വം ഉണ്ടോ ആ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയിൽ അർപ്പിതമാണ്, സെൻട്രൽ ഗവൺമെന്റിൽ അർപ്പിതമാണ്. വയനാട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ തലോടിയത് കൊണ്ടോ ദുരന്ത ബാധിതർക്ക് ആശ്വാസവചനം കൊടുത്തത് കൊണ്ടോ നമ്മുടെ പ്രശ്നം തീരില്ല. പൈസ തരണം. പേപ്പറിലല്ല. നമുക്ക് 153 കോടി രൂപ പേപ്പറിലേ ഉള്ളൂ അഭിലാഷേ. ആ പൈസ നമുക്ക് തരണ്ടേ? സ്റ്റേറ്റിന് താ. 50 കോടി താ, 25 കോടി താ, ഒരു പൈസ തന്നിട്ടില്ല. ഞാൻ BJPയോട് ഞാൻ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത് പരിഹരിക്കണം. രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല. ഇത് ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ്. ഇവിടെ ഇപ്പൊ 50 കോടി 25 കോടി എന്ന് പറയുമ്പോൾ KP നൗഷാദ് അലി 3448 കോടിയാണ് ആന്ധ്രയ്ക്ക് ഫ്ലഡ് അസിസ്റ്റൻസ് ആയി കിട്ടിയത്. ചന്ദ്രബാബു നായിഡുവിന്റെ പിന്തുണ കേന്ദ്ര സർക്കാരിനെ നിലനിർത്താൻ അനിവാര്യമാണ്. ബീഹാറിന് 11,500 കോടി രൂപയാണ് പ്രളയ സഹായമായി കിട്ടിയത്. നിതീഷ് കുമാറിന്റെ പിന്തുണ കേന്ദ്ര സർക്കാരിനെ നിലനിർത്താൻ അനിവാര്യമാണ്. കേരളത്തിലെ 20 MP-മാരുടെ പിന്തുണ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നിർണായകമല്ലാത്തത് കൊണ്ടായിരിക്കുമോ എനിക്കറിയില്ല. ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളിലൊന്ന്. അങ്ങനെയാണെങ്കിൽ NDRF-ൽ നിന്ന് പണം കിട്ടും. രണ്ടാമത്തേത് ലോൺ എഴുതിത്തള്ളുക എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ലോൺ എഴുതിത്തള്ളുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം ഞാൻ ഈ കുറേ ദിവസങ്ങൾക്ക് ശേഷം അവിടെ പോയപ്പോൾ അവിടെ നമ്മൾ ജീവൻ നഷ്ടമായവരെ കുറിച്ച് പറഞ്ഞു, വീട് വെച്ച് കൊടുക്കുന്ന കാര്യം അങ്ങും പറഞ്ഞു. നമ്മൾ കാണേണ്ട ഒരു കാര്യം, അവരുടെ ലൈവ്ലിഹുഡ് നഷ്ടപ്പെട്ടു. ജീവിതങ്ങൾ മാത്രമല്ല, അവിടെ സാധാരണ പീഡിക നടത്തിയിരുന്ന ആളുകൾ, ഓരോരോ സംരംഭങ്ങൾ നടത്തിയിരുന്ന ആളുകൾ, ആ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശം ഇപ്പോഴില്ല, കർഫ്യൂ പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ നിൽക്കുകയാണ്. അപ്പോൾ ലൈവ്ലിഹുഡ്, ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു. അവരെ സംബന്ധിച്ച് അവരുടെ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ ബുദ്ധിമുട്ടുമ്പോൾ ലോൺ എഴുതി തള്ളണം എന്ന ആവശ്യം വരികയാണ്. ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണമെങ്കിൽ ഈ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിച്ചാൽ അനായാസം പറ്റും. ഇങ്ങനെ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്, കേവല പണം എന്നുള്ളതിനപ്പുറത്ത്. അപ്പോൾ അതിനുവേണ്ടി കളക്റ്റീവായി പ്രസ് ചെയ്യുക, കേരളത്തിന്റെ വികാരം ആകെ ഇന്ത്യയിൽ അലയടിപ്പിക്കുക എന്നുള്ളത് പ്രധാനമല്ലേ? അഭിലാഷ്, ഒരു തർക്കമില്ല. അതാണ് ഞാൻ നേരത്തെ എൻ്റെ ഊഴത്തിൽ പറഞ്ഞത്. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ BJP ഉൾപ്പെടെയുള്ളവർ നിന്ന് അഡ്വക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. പക്ഷേ ഇവിടെ രസാവഹമായിട്ട് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ അഭിലാഷ് പറഞ്ഞല്ലോ, വയനാട്ടിലെ ദുരന്തത്തിനിരയായ ആ പ്രദേശം, ആ ആളുകളൊക്കെ ലൈവ്ലിഹുഡ് ഇല്ല എന്ന്. അഭിലാഷ്, അവർക്ക് മാത്രമല്ല, മുഴുവൻ വയനാടിനും ലൈവ്ലിഹുഡ് ഇല്ല. കാരണം വയനാട് സമീപകാലത്തായിട്ട്, ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞൊരു 10 വർഷമെങ്കിലും ആയിട്ട് മുന്നോട്ട് പോകുന്നത്
ടൂറിസം മാത്രം അല്ലെങ്കിൽ ടൂറിസത്തെ കേന്ദ്രീകരിച്ചാണ് ഒരുപാട് പേരുടെ ജീവിതം പുഷ്ടിപ്പെടുന്നതും അവിടെയുള്ള വഴിയോര വാണിഭങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ട്രേഡിങ്ങും മെച്ചപ്പെടുന്നതൊക്കെ ടൂറിസം വഴിയാണ്. അത് മുഴുവൻ നിലയ്ക്കുകയും നശിക്കുകയും ചെയ്തൊരു സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ അവിടുത്തെ MLA-യും കേരളത്തിലൊരു മന്ത്രിയും സംയുക്തമായിട്ട് ഭയക്കേണ്ടതില്ല, ഈ ചെറിയ ദുരന്തം അല്ലെങ്കിൽ ഈ ദുരന്തം കാരണം നിങ്ങൾ മൊത്തം വയനാടിനെ വേറൊരർത്ഥത്തിൽ ചിത്രീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് തട്ടി ഉണർത്താൻ ശ്രമിച്ചപ്പോൾ ആ വീഡിയോയെ തെറ്റായി ഉദ്ധരിച്ചുകൊണ്ട്, കണ്ടോ ഇത്രയും നിസ്സാരമായ ഒരു കാര്യമാണ് എന്നിതാ മന്ത്രിയും MLA-യും പറയുകയാണ്, അതിനാണ് ഇത്ര വലിയ സഹായം ഇവർ ചോദിച്ചുകൊണ്ട് BJP-ക്കെതിരെ ചന്ദ്രഹാസം ഇളക്കുന്നത് എന്നൊക്കെയാണ് കേരളത്തിലെ BJP-യുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും മുൻ കേന്ദ്രമന്ത്രിമാരും ഒക്കെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ, ഇവരൊക്കെ ഏതോ ഒരു നോർത്ത് ഇന്ത്യൻ സംഘി മാനസികാവസ്ഥയിൽ അവർ കേരളത്തെ ചിത്രീകരിക്കുന്നതിന് ആനുപാതികമായി സഞ്ചരിക്കുകയാണ്. അവർക്ക് ഈ മണ്ണിനോടും ഇവിടുത്തെ നാട്ടുകാരോടും സാധാരണ മനുഷ്യരോടൊന്നും ഒരു കൂറും കടപ്പാടും ഇല്ലാത്തവരായി മാറുകയാണ്. രണ്ടാമതായിട്ട് ഇവിടെ BJP-യുടെ ശ്രീ ഷാജി അദ്ദേഹം ഇവിടെ വ്യക്തമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചു. അദ്ദേഹം പറയുന്നത് കേട്ടാ തോന്നുക ഇവിടെ ഈ CMDRF-ഉം അതുപോലെ തന്നെ ഈ PDNA-യും ഒക്കെ പിന്നെ ആ നിബന്ധനകളൊക്കെ ഒന്നിലധികം ജില്ലകളെ ബാധിച്ചാൽ ബാധകമാകുന്നില്ല. ഒരു ജില്ലക്കകത്തുണ്ടായാൽ, ഒരു പഞ്ചായത്തിനകത്തുണ്ടായാൽ മാത്രമാണ് ബാധകം എന്ന മട്ടിലൊക്കെ അദ്ദേഹം ഇതിനെ വക്രീകരിച്ച് ചിത്രീകരിക്കുകയുണ്ടായി. ഇതൊക്കെ ശുദ്ധ ഭോഷ്കാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ബീഹാറിന് 12,000 കോടിയോളം രൂപയുടെ പിന്നെ പാക്കേജ് കേന്ദ്രം പ്രഖ്യാപിച്ചു എന്ന്. അവിടെ ഒരു നാച്ചുറൽ കലാമിറ്റിയും ഉണ്ടായിട്ടില്ല. അവിടെ ഏട്ടിലെ പശുവിന് പുല്ല് തിന്നാനുള്ള വൈക്കോലും പുല്ലുമാണ് കേന്ദ്രം ഇങ്ങനെ കൊടുത്തത്. വല്ലതും സംഭവിച്ചാൽ അതിനെ മുൻകൂർ തടയാൻ അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന പേരിൽ പോലും ഒരു വിശദീകരണമോ ഒരു എസ്റ്റിമേറ്റോ ഒരു നിബന്ധനയോ ഒരു മാർഗനിർദ്ദേശമോ പാലിക്കാത്തവർക്ക് വരെ ഇവർ പണം വാരിക്കോരി ചൊരിയുമ്പോഴാണ് കേരളത്തിൻ്റെ മുമ്പിൽ ഇവർ മുട്ടാപ്പോക്ക് സാങ്കേതികത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഇവിടെ എന്തൊക്കെ പത്രങ്ങളും പേപ്പറുകളും ഒക്കെ പൂരിപ്പിച്ചും വിശദാംശങ്ങൾ തയ്യാറാക്കി കൊടുത്താലും അവരിങ്ങനെ സദ്യയിൽ പായസത്തിന് മധുരം കൂടി പപ്പടത്തിൻ്റെ വട്ടം വലുതായി എന്ന മട്ടിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് തരാനുള്ള മനസ്സില്ല. ഇതുപോലെ കഠിന ഹൃദയരായ, ഇത്രയ്ക്ക് ഏകപക്ഷീയമായി ചിന്തിക്കുന്ന, മുൻവിധിയോടുകൂടി പെരുമാറുന്ന, വാജ്പേയി പറഞ്ഞതുപോലെ രാജധർമ്മം പാലിക്കാൻ അറിയാത്ത ആളുകളൊക്കെ നാട് ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുക തന്നെ വേണം. അതുകൊണ്ട് എനിക്ക് സംസ്ഥാന ഗവൺമെന്റിനോട് പറയാനുള്ളത്, ഈ കേന്ദ്രത്തിലേക്ക് നോക്കി നിന്നാൽ നമ്മുടെ ആളുകളൊക്കെ ദുരിതം പേറി പേറി അവര് തിരിച്ചു വരാനാവാത്ത വിധം തമോഗർത്തങ്ങളിലേക്ക് പോകുകയേ ഉള്ളൂ. അതുകൊണ്ട് ആവശ്യമായ ഫണ്ടും നിലവിൽ ലഭ്യമായ ഓഫറുകളും മുൻനിർത്തി നമ്മൾ ചില പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയേ തീരൂ. അതിൽ അമാന്തം കാണിക്കരുത്. കേന്ദ്രം തന്നിട്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും അല്ലെങ്കിൽ പരിരക്ഷയും നമുക്ക് സഹായമൊക്കെ ഉണ്ടാകുന്ന വിധത്തിലൊരു പരിണാമം അവിടെ സംഭവിക്കുമെന്ന് അവർ തരാൻ ഉദ്ദേശിക്കുന്നവരല്ല. അവരെ മാറ്റി അവരെ പ്രതീക്ഷകൾക്ക് കണ്ണും നട്ടിരിക്കാതെ നമ്മുടെ ജോലി ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കർണാടക സർക്കാരിന്റെ ഓഫറിനൊരു പ്രതികരണം പോലും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്ത നിറവേറ്റം അല്ലെങ്കിൽ ഉത്തരവാദിത്തം നിറവേറ്റുന്ന ശൈലിയൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് സാധ്യവും ലഭ്യവുമായ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി സമയം പാഴാക്കാതെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകണം. ശരി, മുഖ്യമന്ത്രി ഇപ്പോ കർണാടക മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ശിശു പെട്ടെന്ന്? കർണാടക മുഖ്യമന്ത്രി ഇപ്രകാരം ഓഫർ വെച്ച ഉടൻ തന്നെ ഇവിടെ നിന്ന് നമ്മൾ പിന്നെ അതിനോട് പ്രതികരണം നടത്തി. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരെ ബന്ധപ്പെട്ടു. അവിടെ നിന്ന് ഔദ്യോഗിക കത്ത് വന്നപ്പോൾ നമ്മൾ മറുപടിയും കൊടുത്തു. അപ്പോൾ അത് നൗഷാദ് അലി അത് തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് പിന്നെ പ്രചരിപ്പിക്കുന്നത്. അങ്ങ് ബോധപൂർവം പറയുന്നു എന്നല്ല, പക്ഷേ അങ്ങയും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ട്, അവിടെ ഈ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ചില നിയമപരമായ പ്രശ്നങ്ങൾ നേരത്തെ അഭിലാഷ് എന്നെ സൂചിപ്പിച്ചു. സുപ്രീം കോടതി അടക്കം പറയുന്നുണ്ട് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിന് പിന്നീട് കൃത്യമായ
കൃത്യമായ നഷ്ടപരിഹാരം അടക്കം കൊടുക്കാതെ അത് ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ചില കേസുകൾ അതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയിലടക്കമുണ്ട്. അപ്പോൾ അത് ഒക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മളെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇപ്പം നേരത്തെ DYFI തന്നെ വലിയ തുക തന്നെ പിന്നെ സമാഹരിച്ച് അത് കൈമാറുന്നുണ്ട്. അങ്ങനെ ശക്തമായ നിലപാട് എല്ലാ അക്കാര്യത്തിൽ സഹകരിച്ച എല്ലാവരോടും തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് വളരെ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. ഇപ്പോഴും അവിടെ ഗവൺമെന്റ് നല്ല നിലയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. നമ്മൾ ഈ ടൗൺഷിപ്പും അതിന്റെ ഭാഗമായിട്ടുള്ള ഭവന നിർമ്മാണവും ഒക്കെ ആയിട്ട് പോകുമ്പോൾ സ്ഥലം ഏറ്റെടുക്കൽ അടക്കമുള്ളവ ഒരു നിയമപരമായ നടപടി അതിൽ പൂർത്തീകരിക്കണം. നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കട്ടെ. നമ്മുടെ മുമ്പിലുള്ള വിഷയം കേന്ദ്രത്തിന്റെ സഹായമാണ്. അവിടെ ഷാജി ആർ നായർ, എന്തുകൊണ്ട് BJPയുടെ നേതൃത്വത്തിന് ഈ കാര്യം കേന്ദ്രത്തോട് ഡിമാൻഡ് ചെയ്യണമെന്ന് തോന്നുന്നില്ല? നോക്കൂ, ഏത് PDNA ഉണ്ടായിട്ടാണ് 11,500 കോടി രൂപ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് കൊടുത്തത്? അത് പൊളിറ്റിക്കൽ കൺസിഡറേഷനാണ്. കേരളത്തിന് ഇല്ലാത്തതും പൊളിറ്റിക്കൽ കൺസിഡറേഷനാണ്. മുൻ കേന്ദ്രമന്ത്രി നിസാരവൽക്കരിച്ചില്ലേ? 2 പഞ്ചായത്തിൽ മാത്രം ഉണ്ടായ പ്രശ്നം എന്ന് മുൻ കേന്ദ്രമന്ത്രി നിസാരവൽക്കരിച്ചില്ലേ? ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ഈ വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ പാർലമെന്റിൽ പോയിട്ട് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി മണിമുറ്റത്താവണി പന്തലാണല്ലോ. അതിനപ്പുറത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മന്ത്രിമാർ അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ത് ചെയ്യുന്നു? അഭിലാഷേ, ഇത് വയനാട് ദുരന്തമെന്ന് നമ്മൾ പറയരുത്. ഇതൊരു പഞ്ചായത്തിലുണ്ടായ ദുരന്തമാണ്, ചെറിയ ദുരന്തമാണ് എന്ന് പറഞ്ഞതും UDFൻ്റെ വയനാട്ടിലെ ഒരു MLAയും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിയുടെ അല്ലേ വി മുരളീധരൻ പറയുമ്പോൾ അദ്ദേഹം തന്നെ ചോദിച്ചു. അദ്ദേഹം ഇടുമ്പോൾ ഇത് സിദ്ദിഖോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന മന്ത്രിയും പറഞ്ഞാൽ അത് ബർമുഡ, മുരളീധരൻ പറയുമ്പോൾ അത് കളസമായി മാറും, കളസമായിട്ട് മാറും. എന്താ വി മുരളീധരൻ ഏത് അർത്ഥത്തിലാണ് പറഞ്ഞത്? വി മുരളീധരൻ പറഞ്ഞ അർത്ഥം ഞാനിവിടെ നേരത്തെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. മറ്റത് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട്, കാരണം ടൂറിസം വയനാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയാൽ, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് വന്നില്ലെങ്കിൽ വയനാട്ടിൽ ബാക്കിയുള്ള ആളുകളും കൂടി പട്ടിണി കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് MLA മന്ത്രിയൊക്കെ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ നമുക്ക് പൈസ കിട്ടുക എന്നുള്ള വിഷയമുണ്ടല്ലോ, അതല്ലേ നമ്മൾ ഇപ്പോൾ അഡ്രസ് ചെയ്യുന്നത്. അല്ല, അതാ ഞാൻ സൂചിപ്പിച്ചത്. വളരെ മനഃപൂർവ്വമായി ഒരു നറേറ്റീവ് ഇപ്പോൾ കേരളത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. ആ നറേറ്റീവ് എന്താ? കേന്ദ്ര ഗവൺമെൻറ് മനഃപൂർവ്വമായി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ആ നറേറ്റീവ് അവസാനിച്ചില്ലേ അഭിലാഷേ? സംസ്ഥാനത്ത് ഹൈക്കോടതി വളരെ കൃത്യമായി ഇന്ന് ഒരു പരാമർശം വന്നതൊഴിച്ച് ബാക്കി മുഴുവൻ പരാമർശം, ഇന്നത്തെ പരാമർശത്തിൻ്റെ വ്യാപ്തി നമ്മൾ കണ്ടതാണ് എന്താണെന്നുള്ളത്. ബാക്കി പരാമർശം മുഴുവൻ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വിശദമായ നാളിതുവരെ കൊടുത്ത പൈസയുടെ കണക്ക് കൊടുക്കുകയോ ഇനി ആവശ്യമായ പണത്തിൻ്റെ കണക്ക് കൊടുക്കുകയോ ചെയ്തില്ല എന്നല്ലേ കോടതി പറഞ്ഞത്? കണക്ക് പോലും ഇല്ല എന്നല്ലേ കോടതി ചോദിച്ചത്? കണക്ക് അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് മുമ്പിൽ നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുമ്പോൾ അത് പോരാ. അതിനെ വിമർശിക്കാതെ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനോട് എന്ത് സമീപനം ചെലവഴിച്ച തുകയും ചെലവഴിക്കാനുള്ള തുകയും രേഖയായി കോടതിയുടെ മുമ്പിലുണ്ട്. ആ രേഖകളൊക്കെ ഞാൻ വേണമെങ്കിൽ വാട്സാപ്പിൽ അയച്ചുതരാം. ഇതൊക്കെ അഫിഡവിറ്റായും അല്ലാതെയും ഒക്കെ കോടതിയുടെ മുമ്പിലുണ്ട്. എവിടെയും കണക്ക് കൊടുക്കാത്ത പ്രശ്നമില്ല. അത് എന്റെ കയ്യിലുണ്ട് അഭിലാഷ്, അത് എന്റെ കയ്യിലുണ്ട്. അത് എന്നെത്തി? അത് കോടതിയിൽ എപ്പോഴാണ് എത്തിയത്? അത് കോടതിയിൽ എപ്പോഴാണ് സാർ എത്തിയത്? അത് കോടതിയിൽ എത്തിയിട്ട് മണിക്കൂറുകളല്ല ആയിട്ടുള്ളൂ. അല്ലല്ല, ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് കേരളത്തിന് ലഭിക്കേണ്ടതായ പണം, വയനാടിൽ ലഭിക്കേണ്ടതായ പണം ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു മലയാളിക്കും കോടതിയുടെ മുമ്പാകെ, പക്ഷെ അത് മേടിച്ചെടുക്കുവാൻ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ കോടതിയുടെ മുമ്പാകെ കണക്കെത്തി. കണക്കൊക്കെ നേരത്തെ ഉണ്ട്. അല്ല അഭിലാഷേ, നമ്മള് കോടതിയിലേക്കാണ് എല്ലാ അഭയവുമെങ്കിൽ പിന്നെ സെൻട്രൽ ഗവൺമെന്റ് രാജിവെച്ച് പോകണം. കോടതിയാണ് ഈ രാജ്യ സംവിധാനം മുഴുവനെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് രാജിവെച്ചിട്ട് പോണ്ടേ? കോടതിയെ കുറിച്ച് കോടതി ചോദിച്ചത് എന്താ? നിങ്ങൾ സാങ്കേതികത്വം പറഞ്ഞ് ഈ നാടിനോട് ഇപ്രകാരം നിലപാട് സ്വീകരിക്കരുത്. ആവേശം കണ്ടില്ലല്ലോ. കൊടുക്കാനുള്ളത് കൊടുക്കണം. നിങ്ങൾ കണക്ക് കൊടുത്തില്ല എന്ന് സംസ്ഥാന ഗവൺമെന്റിനെതിരെ കൈ ചൂണ്ടിക്കൊണ്ട് കോടതി ചോദിച്ചപ്പോൾ ഒരു കണക്ക് പോലും കൊടുക്കാതെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ 100 കോടി രൂപ BJP ഭരിക്കുന്ന ഗവൺമെന്റിലെ മുഖ്യമന്ത്രിമാർ കൊടുത്ത 100 കോടി രൂപയാണ്. ആ രൂപ പോലും ചെലവഴിക്കാതെ ഒരു മാസം 17,000 അല്ലെ 14,000 വീട്ടുവാടക കൊടുക്കാൻ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എടുത്തു കൊടുക്കാതെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഒരു കാര്യം സംസ്ഥാന ഗവൺമെന്റ് നിർവഹിച്ചില്ല കോടതി പോലും പറഞ്ഞെടുത്താണ് ഇവിടെ വന്ന് മറ്റൊന്നും പറയാനില്ല. അതിന്റെ പണം ഞങ്ങൾ കൊടുക്കണം. ഇതെന്ത് നീതിയാണ്?
അഭിലാഷ ഒരു കാര്യം, ഈ ഡിസാസ്റ്റർ നിയമപ്രകാരം നിങ്ങൾ പറഞ്ഞല്ലോ ഈ കടബാധ്യത ലോൺ എഴുതി തള്ള്, കേന്ദ്ര ഗവൺമെന്റ് ലോൺ എഴുതി തള്ള്. നിങ്ങൾ മനസ്സിലാക്കണം, ദുരന്തം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ലോൺ തിരിച്ചടവ് നൽകണമെന്ന് നിങ്ങൾക്ക് കൃത്യമായി കോടതി ചോദിച്ചതിന് മറുപടി ഉണ്ടോ? കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നതിന് മറുപടി ഉണ്ടോ? നിങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ടോ? ഇത് ചോദിച്ചാൽ ഇതിന് മറുപടി അറിയാൻ സാധിക്കാതെ പൊതുവേദിയിൽ പബ്ലിക് പൊതുപ്രസംഗം നടത്തുന്ന പോലെ എല്ലാ കണക്കുകളും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പൊ കേരളത്തിന് 5 പൈസ തരുന്നില്ലെങ്കിൽ പിന്നെ കേരളീയരുടെ നികുതി എന്തിന് കേന്ദ്രം വാങ്ങണമെന്ന ചോദ്യവും സംഗതമാണല്ലോ. ഇപ്പൊ തന്നെ ഇത്തരത്തിലുള്ള ചില പ്രകടനം കൊണ്ട് താൽക്കാലികമായി ശേഷം സമയമുണ്ടെങ്കിൽ സമയം പോലെ വരാം. ഇടവേള. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ഷാജി ആർ നായർ, ഇതൊരു വൈകാരിക പ്രശ്നവും അഭിമാന പ്രശ്നവും കൂടിയാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിന് മുമ്പിൽ ഉയർന്ന മുദ്രാവാക്യം കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നുള്ളതാണ്. കേരളീയരും ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്, ഇന്ത്യൻ ഗവൺമെന്റിന് നികുതി കൊടുക്കുന്നവരാണ്, പ്രത്യക്ഷവും പരോക്ഷവുമായ നികുതി വരുമാനം കേരളീയരിൽ നിന്നും പറ്റുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ പല സൂചികകളിലും കേരളമാണ് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ദിവസക്കൂലിയുള്ള, ഏറ്റവും നല്ല ജനന മരണ നിരക്കുകളുള്ള സംസ്ഥാനമാണ്. അപ്പോൾ കേരളത്തെ പണിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ കേരളീയരുടെയും വികാരമായി വരേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് കേരളത്തിന് പണം നൽകുന്നില്ല എന്ന ചോദ്യം ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയമായി താങ്കൾക്ക് ഒരു പക്ഷേ ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ പറ്റിയില്ല. പക്ഷേ അതിനപ്പുറത്ത് BJP എന്ന പാർട്ടി നിങ്ങളെ ആഭ്യന്തരമായ നിലയിലെങ്കിലും BJP കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ വെക്കണ്ടേ? അർഹമായ വിഹിതം, അർഹമായ പണം കേരളത്തിന് കൊടുക്കേണ്ടതാണ് എന്ന് പറയണ്ടേ? അങ്ങനെ പറയുമോ? ഇതങ്ങനെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നമല്ലല്ലോ അഭിലാഷേ. അതെങ്ങനെ രാഷ്ട്രീയ പ്രശ്നമാകുന്നത്? ഒരു നാട് മുഴുവൻ ഒഴുകിപ്പോയിടത്ത് അവിടെ ചില പ്രശ്നങ്ങളുണ്ട്, ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതിൽ മുമ്പിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സംസ്ഥാന ഗവൺമെൻറ് ചെയ്തില്ല എന്നുള്ള പരാതിയാണ്. ആ പരാതി ശരിയാണെന്ന് കോടതിയും പറഞ്ഞു. ഇതൊരു യാഥാർത്ഥ്യമില്ല. ഈ യാഥാർത്ഥ്യത്തിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ നമ്മൾ ഈ ചർച്ചകൾ നടത്തുന്നത്. ഇപ്പോൾ അഭിലാഷ് ചോദിച്ചു പല സൂചിക, ഒരു സെക്കൻഡ് ഞാൻ പൂർത്തി ചെയ്തിട്ട്, പല സൂചികയിലും സംസ്ഥാന ഗവൺമെൻറ് മുമ്പിലാന്ന് പറഞ്ഞു. ഞാനും ചോദിച്ചട്ടെ, വയനാട്ടിലെ ജനങ്ങൾ ചീഫ് സെക്രട്ടറി അവിടെ ചെന്നപ്പോഴും താങ്കളുടെ ചാനൽ ഉൾപ്പെടെ, മാതൃഭൂമി ചാനൽ ഉൾപ്പെടെ ചാനലുകാർ വയനാട്ടിൽ ചെന്നപ്പോഴും അവരെന്തുവാ പറഞ്ഞത്? അവർക്ക് എന്തായിരുന്നു വേണ്ടത്? സത്യത്തിൽ വാടക പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല. അവരുടെ ഒരു 10,000 5,000 വീട്ടുവാടക കൊടുക്കാൻ സംസ്ഥാനത്ത് ഫണ്ടില്ല എന്നാണോ പറയുന്നത്? അതാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം. അല്ലെങ്കിൽ ഈ ചൂരന്മല മുണ്ടക്കയം അതിനു വേണ്ടിയിട്ട് പണം സമാഹരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 800-850 കോടി രൂപ സംസ്ഥാനത്തിന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ. കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായ കണക്കുകൾ സഭയാസമയം ബോധിപ്പിക്കുകയോ ചെയ്യാത്തതിന് പകരം കേന്ദ്രത്തിൽ നിന്ന് ഇനി ഒരു പൈസ ഇങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട, നിങ്ങൾക്ക് എന്താ ആവശ്യം വന്നാലും സംഭാവന നമുക്ക് പുലരാൻ പറ്റൂ എന്നാണോ? പണം ചെലവഴിച്ചോളൂ എന്നാണോ കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് ഏത് ഘട്ടത്തിൽ എന്താണ് എന്റെ ചോദ്യം, കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന PDNA റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പണം കൊടുക്കില്ല ഒരു കാര്യം ഞാനതല്ലേ ആദ്യമേ ചോദിച്ചത്. വയനാട് ദുരന്തം ഉണ്ടായതിന്റെ പേരിൽ 1 രൂപ അല്ല, ഒറ്റ ചോദ്യമേ വയനാട് ദുരന്തം ഉണ്ടായതിന്റെ പേരിൽ ഒരൊറ്റ രൂപ, ഒരു സിംഗിൾ റുപ്പി കേന്ദ്ര സർക്കാർ തന്നതായിട്ട് അങ്ങേക്ക് പറയാമോ? 1 രൂപ, ഒരൊറ്റ രൂപ തന്നിട്ടുണ്ടോ? 1 രൂപ പോലും തന്നിട്ടില്ല. ഈ SDRF സ്റ്റാറ്റ്യൂട്ടറി വിഹിതം അല്ലാത്ത ഒരു കാര്യം പോലും തന്നിട്ടില്ല. കേന്ദ്രം തരുമെന്ന് പറയുന്നുണ്ടായിരിക്കും. 1 രൂപ എന്താ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്? അതിന്റെ 50% തുക വയനാടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടില്ലേ? ആ തുക ഉപയോഗിക്കാതല്ലേ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ കോടതിയിൽ അവർ കൃത്യമായി എല്ലാ വർഷവും ആവശ്യത്തിന് വയനാട് അതിന്റെ 50% കേന്ദ്ര ഗവൺമെന്റിന്റെ, അത് കേന്ദ്ര സർക്കാർ അത് വയനാട് എല്ലാ സംസ്ഥാനങ്ങൾക്കും മാൻഡേറ്ററി ആയി കിട്ടേണ്ട വിഹിതം അവിടെ ഉണ്ട് എന്നുള്ളതിനപ്പുറത്ത് 1 രൂപ, അതാണ് ഞാൻ പറഞ്ഞത്, 1 രൂപ, ഒരൊറ്റ രൂപ, ഒരു സിംഗിൾ റുപ്പി കേരളത്തിന് കിട്ടിയിട്ടില്ല എന്ന അടിസ്ഥാനപരമായ പ്രശ്നം നിങ്ങൾ രാഷ്ട്രീയമായി സ്വന്തം പാർട്ടിയോടുകൂടി കേന്ദ്ര നേതൃത്വത്തോടു കൂടി ചോദിക്കണം എന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ എന്റെ പോയിന്റ്. നമുക്ക് ചർച്ചയ്ക്ക് ഉള്ള സമയവും അവസാനിച്ചിരിക്കുന്നു. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ ഫാം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.